വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണ് നമ്മൾ വായിച്ചത്. 4 സുവിശേഷങ്ങൾ തിരുവെഴുത്തിലുണ്ട്, സുവിശേഷ രചനകൾ തിരുവെഴുത്തിലുണ്ട്. നമുക്കറിയാം, അത് യഥോചിതം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങളിൽ 4-ാം സുവിശേഷം വളരെ വ്യതിരിക്തത സൂക്ഷിക്കുന്ന ഒന്നാണ്. മറ്റു 3 ആളുകൾ പറഞ്ഞ പല കാര്യങ്ങളും യോഹന്നാൻ പറയുന്നില്ല. ഇതിൽ മറ്റു 3 ആളുകളും വിവരിക്കുന്ന പല സംഭവങ്ങളും യോഹന്നാൻ വിട്ടുകളഞ്ഞു. ഒരു ഉദാഹരണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി എന്ന അത്ഭുത സംഭവം യോഹന്നാൻ പറയുന്നില്ല. യേശുവുമായി അങ്ങകലെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന ജോസഫ് മറിയ ദമ്പതികളുടെ കഥനകഥ യോഹന്നാൻ പറയുന്നില്ല. ഈജിപ്തിൽ നിന്ന് മടങ്ങിയെത്തി നസ്രായൻ എന്ന് വിളിക്കപ്പെടേണ്ടതിന് നസ്രത്തിൽ പാർത്ത യേശുവിൻ്റെ കാലഘട്ടത്തെപ്പറ്റിയും 30 വരെയുള്ള കാലഘട്ടത്തെപ്പറ്റിയും യോഹന്നാൻ പറയുന്നില്ല. ഇതൊക്കെ പോകട്ടെ. 12 വയസ്സിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശാസ്ത്രിമാരോട് മഹാപുരോഹിതന്മാരോട് സംവാദിച്ച് ദേവാലയത്തിലിരുന്ന വിസ്മയകരമായ സംഭവം യോഹന്നാൻ കാണുന്നില്ല, മിണ്ടുന്നില്ല. ഇനി യോഹന്നാൻ ആരംഭിക്കുന്നത് 30-ാം വയസ്സിലെ ക്രിസ്തുവിൽ നിന്നാണ്. അതങ്ങനെ നിങ്ങൾ ഉൾക്കൊള്ളുമല്ലോ എന്ന് എനിക്കറിയാം. കാരണം അതിനു മുമ്പ് പണ്ടേയുള്ള പൗരാണിക നിത്യതയിലെ ക്രിസ്തുവിൽ തൊട്ടു തുടങ്ങി മനുഷ്യനായിത്തീർന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ 30-ാം വയസ്സിൽ തുടങ്ങി 33.5 വയസ്സിൽ തീരുന്ന യേശുവിനെ പറ്റിയാണ് യോഹന്നാൻ പറയുന്നത്. 33.5 വയസ്സിലെ യേശുവിൻ്റെ ഇഹലോകവാസത്തിൽ നിന്നുള്ള അതിജീവനം അഥവാ ഉയർപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ അത് യോഹന്നാൻ സൂചിപ്പിച്ചു വിടുന്നുണ്ട്. എന്നാൽ നമുക്ക് യേശുവിൻ്റെ ഇഹലോകത്തിൽ 3.5 കൊല്ലങ്ങൾ യേശു എങ്ങനെ ചിലവഴിച്ചു, ഇതാണ് യോഹന്നാൻ പറയുന്നത്. അത് ഉറപ്പിക്കേണ്ട. 3.5 കൊല്ലങ്ങൾ മുഴുവനായി യോഹന്നാൻ പറയുന്നില്ല. ഈ 3.5 കൊല്ലങ്ങളിൽ നിന്ന് പലയിടത്തു നിന്ന് പെറുക്കിയെടുത്ത 12 ദിവസങ്ങളാണ് ഈ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, യേശു തൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ 10 മുതൽ 12 ദിവസങ്ങൾ വരെ എങ്ങനെ ചിലവഴിച്ചു, അന്നെന്ത് പ്രസംഗിച്ചു, അന്നെന്ത് പ്രവർത്തിച്ചു എന്നാണ് യോഹന്നാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 12 ദിവസം. മനസ്സിലായോ? അതും ക്രമാനുഗതമായ 12 ദിവസമല്ല, പലയിടത്ത് ചിതറിക്കിടക്കുന്ന 12 ദിവസങ്ങൾ യേശു എന്തു ചെയ്തു, ഇതാണ് യോഹന്നാൻ പറയുന്നത്. ഒന്നുകൂടി, ഈ സുവിശേഷം മുഴുവൻ നിങ്ങൾ പരതിയാൽ യേശുവിൻ്റെ ഉപമകൾ ഒന്നും നിങ്ങൾക്ക് കാണാനാവില്ല. നോ പാരബിൾസ്. ദെർ ആർ നോ പാരബിൾസ് ഇൻ ദിസ് ഗോസ്പൽ. ഈ സുവിശേഷത്തിൽ ഉപമകളില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം, ഉപമകളില്ലാത്തൊരു സുവിശേഷമാണ് 4-ാം സുവിശേഷം. ഞാൻ പണ്ടൊരിക്കൽ ഈ PYPയുടെ ഒരു കുമ്പനാട് ഡിസ്ട്രിക്റ്റിൻ്റെ പ്രോഗ്രാമിന് ക്വിസ് മത്സരം നടത്താൻ വന്നു. അന്ന് ഇന്നെന്ന പോലെയല്ല, മഹാമല്ലന്മാരായ കുട്ടികളാണ്. അനാക്യമല്ലന്മാരെന്നൊക്കെ പറഞ്ഞ പോലെ അവരിയ്ക്കുക, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്നോട് അതിൻ്റെ അന്നത്തെ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രസിഡൻറ്റ് പറഞ്ഞു വെച്ചാൽ, ഒരു മഹാമല്ലന്മാരാണ്, അതുകൊണ്ട് ഈ ജനറൽ ക്വിസ് എന്നും ഇവിടെ വഴക്കാം, അതുകൊണ്ട് ഒരു വാക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ തീർന്നു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ സഹിച്ചോളാം എന്നോർത്താണല്ലോ നമ്മൾ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയത്. ഓഡിയൻസ് ഇങ്ങനെ ഇരിക്കുക ചെയ്ത് ഞാൻ പറഞ്ഞു, ആദ്യം എനിക്ക് നിങ്ങളുടെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി പരിശോധിക്കണം. അതിനനുസരിച്ചാണ്
ഞാൻ ക്വസ്റ്റ്യൻ തരാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഉപമകളില്ലാത്തൊരു സുവിശേഷം. ആർക്കും ഉത്തരം പറയാൻ പറ്റിയില്ല. ഇത് പറഞ്ഞപ്പോൾ പ്രശ്നമായി. അത് കാഷ്വലായിട്ട് ചോദിച്ചതാണ്. ഉപമയില്ല ഇതിൽ. അപ്പം നിങ്ങൾക്ക് ന്യായമായൊരു ഡൗട്ടുണ്ട്, ഉപമയില്ലേ? ഞാൻ പറയും ഇല്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ്. ഇതൊക്കെ ഉപമയല്ലേ? ഞാൻ പറയേ ഉപമയല്ല. ഉപമയാകാൻ വിലപിടിപ്പുള്ളൊരു പദം വേണം. പോലെ എന്നൊരു പദം. മനസ്സിലായോ? പോലെ, ലൈക്ക് എന്നൊരു പദം വേണം. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ. എന്നില്ലെങ്കിൽ തീർന്നു, ഉപമയാവില്ല. അപ്പം ഞാൻ വാതിൽ പോലെ എന്നല്ല, ഞാനാണ് വാതിൽ. ഞാൻ ജീവൻ്റെ അപ്പം പോലെ എന്നല്ല, ഞാനാണ് ജീവൻ്റെ അപ്പം. ഇതാണിതിലെ ഒരു രചനാശൈലി. ഇനി ഒത്തിരി ഉണ്ടങ്ങനെ പറയാൻ. അതൊക്കെ വിശദീകരിച്ചാൽ നമ്മുടെ ഉള്ളടക്കത്തിലേക്ക് പോകാൻ വയ്യ. അത് മാർദ്ദവമേറിയ ആഴമേറിയ ചിന്തകളുമാണ്. തൽക്കാലം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വിടാം. യേശുവിൻ്റെ ഉപമകളൊന്നും എഴുതാതെ വിട്ട യോഹന്നാൻ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ 8 മാത്രം എഴുതിയ യോഹന്നാൻ, യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ കേവലം 10-12 ദിവസങ്ങൾ മാത്രം രചിച്ച യോഹന്നാൻ ഒരു കാര്യം പറയാൻ അമിത ആവേശം കാട്ടി. ഒരു കാര്യം വിശദീകരിക്കാൻ കൂടുതൽ പ്രതിബദ്ധത കാട്ടി. ആ കാര്യം മറ്റൊന്നല്ല, നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി മുതൽ ക്രൂശിച്ച പകൽ വരെയുള്ള സംഭവ വികാസങ്ങൾ വിശദീകരിക്കാൻ യോഹന്നാൻ ചിലവഴിച്ചത് 7 അധ്യായങ്ങൾ. 21 അധ്യായങ്ങളുള്ള സുവിശേഷത്തിൻ്റെ 1/3 ഭാഗം വേർതിരിച്ചുകൊണ്ട് 236 വാക്യങ്ങളിലൂടെ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി മുതൽ ക്രൂശിച്ച പകൽ വരെയുള്ള സംഭവങ്ങൾ വിശദീകരിക്കാൻ യോഹന്നാനും മാത്രം കിട്ടിയ ഈ ആവേശത്തിൻ്റെ പിന്നിലെ ചേതോവികാരമെന്ത്? അദ്ദേഹം പറയും, ഞാൻ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ തീരെ കുട്ടിയായിരുന്നു, തീരെ കുഞ്ഞ്, ദുർബലൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഇരിപ്പിടം അവിടുത്തെ മാറിടം ചാരിയായിരുന്നു. മറ്റാർക്കും കിട്ടാത്ത സ്നേഹത്തിൻ്റെ സ്പന്ദനം ഞാൻ അവനിലൂടെ അറിഞ്ഞിരുന്നു. മറ്റാരും അവനെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ മത്സരബുദ്ധിയോടെ ഞാൻ അവനെ ശുശ്രൂഷിച്ചിരുന്നു. അവൻ്റെ ചെരുപ്പുവാറ് കെട്ടിക്കൊടുക്കാൻ, അവൻ്റെ പാദം കഴുകാൻ, അവൻ്റെ ഭക്ഷണപാത്രങ്ങൾ വെടിപ്പാക്കാൻ, നിഴൽ പോലെ അവനൊപ്പം സഞ്ചരിക്കാൻ, മറ്റാർക്കും വിട്ടുകൊടുക്കാതെ അവനൊപ്പം നടക്കാൻ അന്നെടുത്ത ആവേശം എന്നെക്കാൾ മുതിർന്നവരായ കരുത്തരായ പലരും ക്രൂശിൻ്റെ മുമ്പിൽ നിന്ന് പതറി ചിതറി മാറിയപ്പോഴും ആ സ്നേഹം എന്നെ നിർബന്ധിച്ചു. ഞാൻ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നു. എനിക്ക് കിട്ടിയ മനക്കരുത്ത് അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. ഞാനവനെ കണ്ടു, ക്രൂശിക്കപ്പെട്ടവനെ. അന്ത്യനിമിഷങ്ങൾ ഒപ്പിയെടുത്ത ഹൃദയമാ ഇരിക്കുന്നത്. അവൻ എന്തൊക്കെ സംഭവിച്ചുവെന്നും എന്തെല്ലാം ശബ്ദമുയർന്നുവെന്നും ഈ കാതുകൊണ്ട് ഞാൻ കേട്ടു, ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങളുടെ കൈ തൊട്ടത്, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതുമായ ആ ജീവന്റെ വചനം, അവന്റെ പ്രവചനങ്ങളുടെ നിവൃത്തി മുഴുവൻ ആ ക്രൂസിൽ അനുഷ്ഠിക്കുമ്പോൾ ഞാനൊരു ദൃക്സാക്ഷിയായിരുന്നു. ആ കണ്ട കണ്ണുകൊണ്ട് എനിക്കവനെ വിശദീകരിച്ചാൽ മതി വരില്ല. ഈ രാത്രി ഇത് കേൾക്കുന്ന എല്ലാ ബഹുജനങ്ങളോടുമായി പറയട്ടെ, ഇതാണ് സുവിശേഷം. ക്രൂശിലെന്ത് സംഭവിച്ചു, ആ ക്രൂശിന്റെ മഹിമയെന്ത്, അത് എണ്ണി പറയാൻ നേരം പോരാ. യോഹന്നാൻ അതിങ്ങനെ വിശദീകരിച്ചു. ഒരു വാക്കും വിട്ട് കളയാതെ അത് വിശദീകരിക്കുകയാണ് യോഹന്നാൻ. ആ വിശദീകരണത്തിൽ രസാവഹങ്ങളായ ചിന്താർഹങ്ങളായ ചില വിഷയങ്ങൾ ഉണ്ട്.
ഞാൻ അതിലേക്ക് ഒന്ന് വരാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് കരുതട്ടെ. ഈ സുവിശേഷത്തിന് മറ്റ് സുവിശേഷങ്ങളെ അപേക്ഷിച്ചൊരു മറ്റ് ചില പ്രാധാന്യങ്ങളുണ്ട്. മത്തായി തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ ലക്ഷ്യമിട്ടത് യഹൂദന്മാരാണ് അതിൻ്റെ പ്രഥമ വായനക്കാർ. ആ സമൂഹത്തെ മത്തായി ബോധ്യപ്പെടുത്തുകയാണ്, ഞങ്ങൾ ആരാധിക്കുന്ന ക്രിസ്തു വാഗ്ദത്ത മശിഹയാണ്, രാജാതിരാജാവാണ്. മാർക്കോസിൻ്റെ സുവിശേഷത്തിന് ഒരു റോമൻ സ്വഭാവമാണ്. എന്താണ് റോമൻ സ്വഭാവം? അടിമകളും യജമാനന്മാരും തമ്മിൽ സംഘർഷഭരിതമായ കാലാവസ്ഥ നിലനിൽക്കെ അടിമകൾ വൻതോതിൽ യേശുവിനെ സ്വീകരിച്ചു വന്നപ്പോൾ യജമാനനും അടിമയും സ്നേഹത്തിൻ്റെ ആലിംഗനത്തിൽ ഒന്നായിത്തീരുന്ന കാഴ്ച കണ്ടിട്ട് തനിക്കും ഒരു ദാസനാകണം എന്ന ചിന്ത കൊണ്ട് മർക്കോസ് നല്ലൊരു ദാസനെ യേശുവിൽ കണ്ടെത്തി. മർക്കോസിന് യേശു ഒരു ദാസനാണ്, ശുശ്രൂഷകൾ ചെയ്യുന്ന ദാസൻ, ഭാരങ്ങളെ വഹിക്കുന്ന ദാസൻ. ആ ദാസനായി യേശുവിനെ വിശദീകരിക്കുമ്പോൾ ലൂക്കോസ് പറഞ്ഞു, യേശു ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ! യേശു ഒരു മനുഷ്യൻ. യേശു ഒരു മനുഷ്യനെന്ന് പറയാൻ തൻ്റെ ചൂലിക ചലിച്ചപ്പോൾ യോഹന്നാൻ എല്ലാത്തരം ഓഡിയൻസിനെയും ഒറ്റയടിക്ക് അഡ്രസ്സ് ചെയ്തു. ഇതിൻ്റെ വായനക്കാർ ഗ്രീക്കുകാരുണ്ട്, റോമക്കാരുണ്ട്, ജൂതനുണ്ട്, മുഴു ലോകവുമുണ്ട്. മുഴു ലോകത്തെയും നോക്കിക്കൊണ്ട് യോഹന്നാൻ ഈ സുവിശേഷം പറയുമ്പോൾ ഇതിന് ഒരു ഗ്രീക്ക് സ്വഭാവമുണ്ട് കൂടുതലായിട്ട്. അത് പറയാതെ വയ്യ. അതുമാത്രം ചില മിനിറ്റുകൾ കൊണ്ടൊന്ന് പറഞ്ഞിട്ട് വിരസമായ ആ ചരിത്രം ഞാൻ വിട്ടേക്കാം. സന്തോഷമല്ലേ? ഞാനിങ്ങനെ ശാന്തമായി സംസാരിക്കുന്ന ഒരാളാണ്. ഈ ടെസ്റ്റ് ബാറ്റ്സ്മാൻമാരുടെ ഒരു പ്രശ്നം എനിക്കുണ്ട്. നാളെ 2020 ഒക്കെ നാളെ കാണാം, അടിച്ച് തകർക്കും. മനസ്സിലായില്ലേ? സ്തോത്രം. അത് പെട്ടെന്നൊന്നും നമ്മൾ ഔട്ടാവില്ല, ഇങ്ങനെ നിൽക്കും, ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കത്തിലൊന്ന് പോകണം. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വിജ്ഞാനികൾ ജീവിച്ചിരുന്ന 2 സ്ഥലം, ഒന്ന് ഗ്രീസും മറ്റൊന്ന് ഇന്ത്യയുമായിരുന്നു പണ്ട്. ആണെന്നേ, നമ്മുടെ ഇന്ത്യക്കാരൊക്കെ വലിയ കഴിവുള്ള മനുഷ്യരായിരുന്നു. അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ഇതുമായി ബന്ധമില്ലാത്തതും നിങ്ങൾക്ക് ആവേശം പകരുന്നതുമായൊരു കാര്യം പറയാം. ഇന്ത്യയിലെ ക്രിസ്തീയ സഭയെക്കുറിച്ചുള്ള ഏറ്റവും പൗരാണികമായ കുറിപ്പ്, പരാമർശം AD 2-ാം നൂറ്റാണ്ടിലെയാണ്. AD 2-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ നിന്നൊരു സഞ്ചാരി ഇന്ത്യയിൽ വന്നു, പാൻറ്റീനസ്. ഈ പാൻറ്റീനസ് എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ കോപ്റ്റിക് ചർച്ചിൻ്റെ പ്രതിനിധി ഇന്ത്യയിലേക്ക് കപ്പൽ മാർഗം വളരെ വിഷമിച്ചൊക്കെ വന്നു. അന്നത്തെ കാലമല്ലേ, എന്തിനാ വന്നറിയണ്ടേ? കോപ്റ്റിക് ഭാഷയിൽ, അതായത് ഈജിപ്തുകാരുടെ ഭാഷ അന്നത്തെ, ആ ഭാഷയിൽ അവരുടെ പക്കലുള്ള ബൈബിള് നമ്മെ പഠിപ്പിച്ച് നമ്മെ സുവിശേഷത്താൽ ആകൃഷ്ടരാക്കണം, ഇതിനു വേണ്ടി വന്നതാണ്. ഇവിടെ കുറേ ക്രൈസ്തവരുണ്ടെന്ന് അദ്ദേഹം കേട്ടു. നമ്മെ ബൈബിൾ പഠിപ്പിക്കണം, അതിന് വന്നതാണ്. ഇവിടെ വന്ന അദ്ദേഹം നാട്ടിൽ മടങ്ങിപ്പോയിട്ട് തൻ്റെ ഡയറി കുറിപ്പിൽ എഴുതി, കുരുമുളകിൻ്റെ നാട് ഞാൻ സന്ദർശിക്കവേ മത്തായിയുടെ സുവിശേഷം എബ്രായ ഭാഷയിൽ വായിക്കുന്നവരെ ഞാൻ അവിടെ കണ്ടു. എന്താ മനസ്സിലായി? പുള്ളി ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ നമ്മുടെ വല്യപ്പൻ ചോദിക്കുക, ഇരുന്നാട്ടെ കുഞ്ഞിനെന്തോ അറിയണം. ഇതായിരുന്നെന്ന് നമ്മൾ പിടികിട്ടിയോ? അത്രയും വലിയ പൈതൃകമുള്ള ആൾക്കാരായിരുന്നു നമ്മൾ. ഹല്ലേലൂയ! ചരിത്രമായി പറഞ്ഞ് പണ്ട് വലിയ വിജ്ഞാനികളുടെ നാടാണിത്, വലിയ അറിവുള്ളവരുടെ നാട്, അന്വേഷകരുടെ നാട്. ഇതുപോലെ മറ്റൊരു നാടായിരുന്നു ഗ്രീസ്. നമ്മളും ഗ്രീക്കുകാരും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. 2-3 കാര്യങ്ങളിൽ പൗരാണിക ഇന്ത്യക്കാർ പ്രസിദ്ധരായിരുന്നു. ഒന്ന്, ഗണിതം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള കഴിവ്, കണക്ക്. 2, കവിത, നാടകം, സാഹിത്യം, ഇവയിലെ അഭിരുചി, അത് ഗ്രീക്കുകാർക്കും ഉണ്ടായിരുന്നു. ഇത് 2. 3, ദൈവത്തെപ്പറ്റിയുള്ള അന്വേഷണം, പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലൊരു കാരണഭൂതനുണ്ടോ എന്നുള്ള അന്വേഷണം. ഈ 3ാമത് പറഞ്ഞത്
ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തു. കാരണം പ്രപഞ്ചസൃഷ്ടിക്ക് പിന്നിലൊരു കാരണഭൂതനുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരൊക്കെ എത്തുന്നത് സ്വന്തം നിഗമനത്തിലാണ്, സ്വന്തം കാഴ്ചപ്പാടിലാണ്. ഒരുവനും ഒരിക്കലും അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്ന യാഥാർത്ഥ്യമല്ല ദൈവം. ബുദ്ധിമാന്റെ ബുദ്ധിവൈഭവത്തിന് മുമ്പിൽ ഒതുങ്ങിക്കൊടുക്കത്തക്ക വിധം ദൈവം ദുർബലനല്ല. നിങ്ങളുടെ ചെറിയ ഹൃദയം കൊണ്ട്, ചെറിയ തലച്ചോറ് കൊണ്ട് ദൈവത്തെ നിങ്ങൾക്കൊരിക്കലും പരിമിതപ്പെടുത്തി അതിനുള്ളിൽ തളച്ചിടാൻ സാധിക്കില്ല. നിങ്ങളുടെ ചെറിയ നിരൂപണം കൊണ്ട്, ബുദ്ധി കൊണ്ടളന്നാൽ ദൈവം അതിൽ ഒതുങ്ങുന്നവനല്ല. അന്വേഷിച്ച് കണ്ടെത്താനാവാത്ത ഒന്നാണ് ദൈവം. പേടിക്കണ്ട, നിങ്ങളെ അന്വേഷിച്ച് വരുന്നവനാണ് ദൈവം. നിങ്ങളെ തേടുന്നവനാണ് ദൈവം. ദൈവത്തെക്കുറിച്ച് പഠിക്കാനാവില്ല, പക്ഷേ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കും. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. ഹല്ലേലൂയ. ഗ്രീസിൽ ഇങ്ങനെ ഒത്തിരി ചിന്തകളുണ്ടായി. അത് ചിലർ ദൈവത്തെക്കുറിച്ച് നല്ല ചിന്തകൾ കൊണ്ടുവന്നു. അതിൽ ചിലർ മനുഷ്യരെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്കാണ് രസവഹമായൊരു കാര്യം. ഞാൻ ചില നാൾക്കപ്പുറത്ത് ഈ കരുനാഗപ്പള്ളിയിൽ ഒരു സംവാദത്തിൽ പങ്കെടുത്തു. യുക്തിവാദി സംഘത്തിൻ്റെ ആലപ്പുഴ കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച. അപ്പോൾ നമ്മൾ ഈ നിരീശ്വരന്മാരായ സഹോദരന്മാരോട്, അവർ പിണക്കമൊന്നുമില്ല, അവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ്, അവരോട് സംസാരിക്കുമ്പോൾ ഇവർ നമ്മളോട് എപ്പോഴും പറയും, ശാസ്ത്രത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം വിശ്വസിക്കാൻ. പാവങ്ങളായ നമ്മളിത് കേട്ടിട്ട് ഓർക്കും, ഈ ശാസ്ത്രവും നിരീശ്വരനും അളിയനുമാണെന്ന് അവർ ഈ വാദിച്ചു വെക്കുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവരേതാണ്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ലോകത്തെ ഇന്ന് കാണുന്ന അളവിലേക്ക് പുനർനിർമ്മിച്ച എല്ലാത്തരം ശാസ്ത്ര അഭിവൃദ്ധിക്ക് പിന്നിലും കൃത്യമായി യേശുവിനോട് പ്രാർത്ഥിക്കുന്ന, ബൈബിള് വായിക്കുന്ന നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിരയുണ്ടായിരുന്നു. സ്തോത്രം. ഇതാ പിടിച്ചു, ഐസക് ന്യൂട്ടൺ. ബൈബിൾ വായിച്ച ആളാന്ന് മാത്രമല്ല, ബൈബിൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ ഏറ്റവും സമയം വേർതിരിച്ച ആളാണ്. ഐസക് ന്യൂട്ടൺ മുതൽ ജോണസ് കെപ്ലർ വരെ, മൈക്കൽ ഫാരഡെ മുതൽ ഗ്രിഗർ മെൻഡൽ വരെ, ലോകത്തറിയപ്പെടുന്ന നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ ചിലത് ഞാൻ പറഞ്ഞു. ഒറ്റ ശ്വാസത്തിൽ ഞാൻ 50 പേരുടെ പേര് പറയാം. നിരീശ്വരന്മാർക്കിടയിൽ നിന്ന് ഒരു 10 പേരുടെ പേര് പറയാം. അങ്ങനെ അവരാകെ വിഷമിച്ചു. അവസാനം പറയും, നിങ്ങൾ എവിടെ പോയാലും ഇതാ പറയുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് പറയാൻ ഒരു ഐസക് ന്യൂട്ടനും ഒരു ജോണസ് കെപ്ലറും ഒരു മൈക്കൽ ഫാരഡയും മാഡം ക്യൂറിയും പിയറി ക്യൂറിയും ഗ്രിഗർ മെൻഡലും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പറയാൻ രവിചന്ദ്രൻ മാഷൊക്കെ ഉള്ളൂ. ഞാനെന്ത് ചെയ്ത്? മനസ്സിലായില്ലേ? അതിന് ഞാനെന്ത് പിഴച്ചു? അപ്പോൾ നിങ്ങൾക്കതിൽ അഭിമാനമില്ലേ? എനിക്കിതിൽ വല്ലാത്ത അഭിമാനം. കാരണം ശാസ്ത്രം ഒരിക്കലും ഈ തിരുവെഴുത്തിനെതിരല്ല. ഹല്ലേലൂയ. ഈ കോവിഡ് കാലത്ത് സുലഭമായി നമ്മൾ ഭക്ഷണം കഴിച്ചെങ്ങനെ? അത് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ വിജയമാണ്. ഈ ജനിതക ശാസ്ത്രം ലോകത്തിന് സമ്മാനിച്ച ഗ്രിഗർ മെൻഡൽ ആരാ? ബൈബിൾ വായിക്കുന്നൊരു പുരോഹിതൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിരീശ്വരന്മാരായ സഹോദരന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ സിദ്ധാന്തങ്ങൾ ശാസ്ത്രമെന്ന് പറയുക. കുഞ്ഞുങ്ങൾ +2-നും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. അടുത്ത കാലത്ത് ചിലർ പറഞ്ഞു, കുരങ്ങ് പരിണമിച്ച് മനുഷ്യരുണ്ടായി എന്ന് പരിണാമവാദം പറയുന്നില്ല, പാസുമാരെല്ലാം ഇങ്ങനെ പറയുന്നത്. അത് ശരിയാണ്. കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി എന്നൊന്നും ശരിക്കും എവല്യൂഷൻ തിയറിക്കകത്തില്ല. അങ്ങനെയല്ല. കുരങ്ങിനും മനുഷ്യനും കൂടി ഒരു പൊതുപൂർവികൻ, ഇങ്ങനെ പറയുന്നത്. പക്ഷെ കുഴപ്പം നമ്മൾ പറയുന്നത് ഇവർ പറയുന്നല്ല. ഇതെങ്ങനെ നമ്മുടെ തലയിൽ കയറിയെന്നറിയണ്ടേ? പാഠപുസ്തകത്തിൽ ഇവരൊരു പടം വരച്ചു വെച്ചു. ഒരു കുരങ്ങൻ ഇല കടിച്ച് നിൽക്കുന്നു, അല്പം കഴിഞ്ഞവൻ്റെ വാല് പോകുന്നു, അല്പം കഴിഞ്ഞവൻ ആൾക്കുരങ്ങാകുന്നു, അല്പം കഴിഞ്ഞവൻ കുറേ കഴിഞ്ഞിട്ട് നിയാണ്ടർത്താലോ ക്രോമാക്ടനോ ഹോമോസാപ്പിനോ ഒടുവിൽ രവിചന്ദ്രൻ മാഷാകുന്നു. മനസ്സിലായില്ലേ? ഇത് വരച്ച് നിങ്ങൾ വെച്ചിട്ട് പറയാ ഞങ്ങൾ പാസ്. അല്ലേ തന്നെ പാസുമാരുടെ തോളെ കയറാൻ എളുപ്പമാണല്ലോ. സുഹൃത്തെ, നിങ്ങളുടെ പടമാണ്, നിങ്ങൾ വരച്ചു വെച്ച സാധനം കണ്ടിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. അല്ലേ, ഞങ്ങൾക്കറിയാം പരിണാമം അങ്ങനൊന്നും അല്ലെന്ന്. പിന്നെ പരിണാമം ഒരു ലോ അല്ല, സിദ്ധാന്തമാണ്. ഒരു സിദ്ധാന്തം. ഇതൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ ഞാൻ
ഏപ്രിൽ 29 കോട്ടയം ജില്ലയിൽ പാമ്പാടിയിൽ ഒരു വലിയ സെമിനാർ വച്ചിട്ടുണ്ട്. യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാജഗോപാൽ വാകത്താനം അടക്കമുള്ള ആളുകളുമായി നമ്മളൊരു സംവാദം വെച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ അവിടെ വരണം. വരാൻ പറ്റാത്തൊരു യൂട്യൂബിലൂടെ കാണണം. നമ്മുടെ കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കാൻ ഇത്തരം സഹോദരന്മാർ ശാസ്ത്രം എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് നോക്കാം, നമുക്കാണോ ശാസ്ത്രം, അവർക്കാണോ ശാസ്ത്രത്തിൻ്റെ പിൻബലം എന്നൊന്ന് നോക്കാം. പ്രാർത്ഥനയോടെ ആ ദിവസത്തെ ഓർക്കണം. ഏപ്രിൽ 29 പ്രാർത്ഥിച്ചാൽ മതി. വരാൻ കഴിയാത്തൊരു സ്തോത്രം ഹല്ലേലൂയ. അവിടെ വിടാം നമുക്ക്. അപ്പോൾ ഈ ഗ്രീസിലെ സയൻറ്റിസ്റ്റുകൾ, അന്വേഷകരൊക്കെ മനുഷ്യനെക്കുറിച്ചും അന്വേഷിച്ചു. അങ്ങനെ മനുഷ്യനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഏറ്റവും അധികം മനുഷ്യനെക്കുറിച്ച് വിചിന്തനം നടത്തിയ ഒരു ഗ്രീക്ക് തത്വജ്ഞാനിയുടെ പേര് ഡയോജനസ് എന്നായിരുന്നു. എങ്ങനെ? ആ പേരുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റ വിടുതല. ആരുമില്ല. പോട്ടെ. അപ്പോൾ എനിക്കും അത്യാവശ്യം വരവുണ്ടെന്നൊക്കെ മനസ്സിലായല്ലോ. അതിനാ ആരും എഴുന്നേക്കാത്തതിൻ്റെ കുഴപ്പമാണോ? പോട്ടെ. അപ്പോൾ ഡയോജനസ് എന്ന ഒരു സത്യാന്വേഷി, ഒരു ചിന്തകൻ, അദ്ദേഹം ഒരു പട്ടാപ്പകൽ 12 മണി സമയത്ത് കത്തിച്ചു പിടിച്ചൊരു ശരറാന്തലും കൊണ്ട് ഏതൻസ് എന്നറിയപ്പെടുന്ന അഥേന, ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിലുണ്ട്. ഒളിമ്പിക്സിൻ്റെ നാട് അന്നത്തെ. ആ നാട്ടിലൂടെ പട്ടാപ്പകൽ വെളിച്ചവുമായി യാത്രയാവുകയാണ്. പകൽ ശരറാന്തലും കത്തിച്ചു കൊണ്ടുവരുന്ന മനുഷ്യനെ കണ്ടിട്ട് നമുക്കെന്ത് തോന്നും? നമുക്ക് തോന്നി, ഇതൊക്കെ നാട്ടുകാർക്കും തോന്നി. പക്ഷെ വരുന്ന മനുഷ്യനെ കണ്ടപ്പോൾ അവരമ്പരന്നു. അദ്ദേഹം അങ്ങനെ വെറുതെ വരില്ല. അദ്ദേഹം ഈ ശരറാന്തൽ ഉയർത്തിയിട്ട് നമ്മെ ഒന്ന് നോക്കി. എന്തോ കാണാൻ വേണ്ടി നമ്മുടെ എല്ലാം മുഖത്ത് ആകാംക്ഷയോടെ നോക്കുന്ന ഡയോജനസിനെ തടഞ്ഞുകൊണ്ട് ചിലപ്പോൾ പറയൂ, ഗുരു എന്താ അങ്ങ് തിരയുന്നേ? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മനുഷ്യനെ തേടുകയാണ്. ഒരു മനുഷ്യനെ. ഓ, ഞങ്ങളാരും മനുഷ്യരല്ലേ? ആകാം. നിങ്ങൾ സർവസമ്പൂർണത കൈവരിച്ച ഒരു മനുഷ്യനാണോ? അതല്ല. ഓരോരുത്തരോടും ചോദിക്കും, എനിക്ക് വേണ്ടതേ മനുഷ്യത്വത്തിൻ്റെ തികവുള്ള ഒരാളെ വേണം. എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനെ വേണം. ലക്ഷണമൊത്തൊരു മനുഷ്യനെ വേണം. ഞങ്ങൾ ആരും അതല്ലേ? ഒരു കവർ തന്നെ പിൻവാങ്ങിയപ്പോൾ അന്വേഷണം അവിടെ അവസാനിക്കുകയാണ്. ഈ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ ഇതിനും കൊടുക്കുന്നു ഒരു മറുപടി. അല്ലയോ യവനായ തത്വചിന്തകന്മാരുടെ ലോകമേ, അല്ലയോ ഡയോജനസ്, നിങ്ങൾ അന്നൊരു മനുഷ്യനെ ചോദിച്ചില്ലേ? ആ മനുഷ്യനെ ഞങ്ങൾ തരാം. സകലതും തികഞ്ഞ ഒരു മനുഷ്യനെ തരാം. അല്ലയോ ഗ്രീക്ക് ലോകമേ, നിങ്ങൾ ദൈവത്തെ തിരഞ്ഞില്ലേ? കൃപയുള്ള, കരുണയുള്ള, സർവശക്തിയുള്ള, സർവവ്യാപിത്വമുള്ള സ്നേഹത്തിന്റെ മൂർത്തിമദ്ഭാവമായ ദൈവത്തെ തിരഞ്ഞില്ലേ? ആ ദൈവത്തെയും ഞങ്ങൾ പരിചയപ്പെടുത്താം. മനുഷ്യനെയും ദൈവത്തെയും ഞങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഇവ രണ്ടും തേടി മറ്റെങ്ങും പോകണ്ട. എന്താണ് പ്രത്യേകത? സമ്പൂർണ്ണ മനുഷ്യത്വവും സമ്പൂർണ്ണ ദൈവത്വവും ഒരുപോലെ ഏകീഭവിക്കുന്ന ഒരൊറ്റ ഇടമേ ഉലകത്തിലുള്ളൂ. നസ്രയനായ യേശു ഇന്ന് രാത്രി ആ സമ്പൂർണ്ണ മനുഷ്യനെ, ആ സമ്പൂർണ്ണ ദൈവത്തെ ഈ വചനം കേൾക്കുന്ന നടുവിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. ഇത് വെറുതെ പറയല്ല. നമുക്ക് യേശുവിലേക്ക് വരാം. യേശുവിൻ്റെ ജനനം ഒരു ദിവ്യ സംഭവമായിരുന്നു. നിരീശ്വരന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമോ? ഇത് കേൾക്കുമ്പോൾ പ്രഥമ രംഗത്ത് തന്നെ നമ്മൾ ഓർക്കും ഇത് വലിയൊരു ബുദ്ധിമാൻ്റെ ചോദ്യമാണ്. നമ്മൾ പേടിച്ചു പോകും. പേടിക്കാനൊന്നുമില്ല. തിരിച്ചൊരു ചോദ്യം, ആ ചോദ്യത്തിൽ ഉത്തരമുണ്ട്. ഈ ചോദ്യം ഉരുത്തിരിക്കുന്നത് സ്വാഭാവികമായൊരു ജനനത്തിന് വേണ്ട 2 ഘടകങ്ങളുണ്ട്. ഒരു ജനനത്തിന് വേണ്ടത്
നാം അറിയുന്നത് പോലെ 2 തരം ക്രോമോസോമുകളുടെ ഏകീകരണം വേണം. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ജനിക്കൂ. ഈ 2 തരം ക്രോമോസോമുകൾ ഡൊണേറ്റ് ചെയ്യാൻ ഒരു മാതാവ് വേണം, ഒരു പിതാവ് വേണം. അയാളുടെ ചോദ്യം അസ്ഥാനത്തല്ല. അയാളുടെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത് എന്താണെന്നറിയണ്ടേ? ഇത് രണ്ടുമില്ലാതെ മനുഷ്യനുണ്ടാകുമോ? ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ വീക്ഷണത്തിൽ? മനസ്സിലായോ ചോദിച്ചേ? ഇത് രണ്ടുമില്ലാതെ മനുഷ്യനുണ്ടായി എന്ന് പഠിപ്പിക്കുന്നവരാ ശാസ്ത്രം? മനസ്സിലായില്ലേ? ആ, സ്തോത്രം. നമ്മളുടെ PYP എന്ന് പിന്മാറിപ്പോയൊരു പയ്യനെ ഞാൻ ആ ക്യാമ്പിൽ കണ്ടു. നമ്മളുടെ മീറ്റിങ്ങിൽ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ നമ്മുടെ ലൈജുണ്ട് പെരുമ്പാവൂരുള്ള PYPയുടെ വൈസ് പ്രസിഡൻറ്റ്. ഞാൻ ലൈജിൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ നോക്കിക്കോണം നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ, ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു വന്നത്. അവിടെ നിന്ന് ഒരു കക്ഷിയോട് പറഞ്ഞു, ഞാൻ PYPയിൽ അംഗമായിരുന്നു, ഇന്നിപ്പോൾ ഇതെല്ലാം വിട്ടു. എൻ്റെ കാരണം പറഞ്ഞു, ഇവിടെ സ്ത്രീ സമത്വം ഇല്ല നമ്മുടെ ഇടയിൽ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്ത്രീ സമത്വം ഉണ്ടാക്കാം നമ്മളാരും പറഞ്ഞോ? ഇല്ല. എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സെമിനാറിൽ ഞാൻ പങ്കെടുക്കാൻ ചെന്നു. അപ്പം എന്നോട് വളരെ സ്നേഹമുള്ള കുറേ കൂട്ടുകാർ വന്നിട്ട് ചോദിച്ചു, നിനക്കെന്താ പരിപാടി? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഉപദേശിയാണ്. ഇതെല്ലാം കേട്ടിട്ടൊരുത്തം പറഞ്ഞു, കൊള്ളാം, നീ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നില്ല. ഞാൻ ചോദിച്ചത്, എന്നോട് ആര് പറഞ്ഞ് പ്രതീക്ഷിക്കാൻ? ഞാനിവിടെ നിന്ന് തനിക്ക് വാക്ക് തന്നോ തൻ്റെ പ്രതീക്ഷ പോലെ ഞാൻ ആയിക്കോളാമെന്ന്? താൻ പ്രതീക്ഷിക്കാൻ ആരണ്ട് പറഞ്ഞോ എന്ന് പറഞ്ഞല്ലേ? ഇവിടെ സ്ത്രീയും പുരുഷനുമാണ്. അത് പ്രകൃതിയിലും അങ്ങനെ. മനസ്സിലായില്ലേ? പ്രകൃതിയെ നോക്ക് നിങ്ങൾ. ഇനി മറ്റൊന്ന്, ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പെണ്ണിന് കൈ കൊടുത്തിട്ട് പറയുമെന്ന്, വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് പൊക്കോളാം എന്നൊക്കെ പെണ്ണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു കല്യാണം പ്രതീകാത്മകമായി ഇങ്ങനെ നടത്തി കാണിച്ചു. ഞാൻ എൻ്റെ പേര് ചോദിച്ചു, ഏതാണ്ട് ഒരു പേര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തമ്പിക്കുഞ്ഞാകുന്ന ഞാൻ, ഇന്നേരാകുന്ന നിന്നെ. ഇതെല്ലാം നമ്മൾ പറയാറുണ്ടല്ലോ, നിന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് നിന്നോട് മാത്രം വിശ്വസ്തത ആചരിച്ച്. ഇതെല്ലാം കേട്ടപ്പോഴാണ് യുക്തിവാദിക്ക് മനസ്സിലായത് ചുമ്മാ കുഞ്ഞുകളിയല്ലെന്ന്. കിട്ടിയോ? എന്തിനാ ഇത്തരം പറഞ്ഞേ? ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവിയെ ചിലർ സംശയിക്കുമ്പോൾ നിങ്ങൾ കേൾക്ക്. ഒരു ശൂന്യമായ ഒരിടത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു പിണ്ഡം അഥവാ മാറ്റർ, അതിൻ്റെ രൂപഭാവങ്ങൾക്ക് ഭേദം വന്നിട്ട് ഒരു മനുഷ്യനാകുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യർക്ക് ഒരു കന്യഗർഭിണിയാകുമെന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ട്. അതെങ്ങനെ നോക്കുന്നത്? ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? കന്യക ഗർഭിണിയാകുന്നത് അത്ഭുത സംഭവമായി. ഇവർ പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റാത്ത. ഞാനപ്പോൾ ഇവരോട് ചോദിച്ചൊരു ചോദ്യം, ശരി ഞങ്ങൾ ബൈബിൾ അങ്ങ് വിട്ടു, ഇവിടെ സ്ത്രീക്ക് പുരുഷന് തെറ്റിദ്ധരിക്കരുത്, ക്രിസ്തീയ സഭയിൽ സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കണം എന്ന് വചനമൊന്നുമില്ല. ഉണ്ടോ? അച്ഛൻ ഉടക്കല്ല്, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല്. ബൈബിളിൽ എവിടെയാണ് സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കാൻ? അങ്ങനെ വചനമൊന്നുമില്ല. നിങ്ങൾക്കതറിയാമെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇല്ല. ഭാര്യ ഭർത്താവിന് ഇല്ല. കണ്ട സ്ത്രീകളെല്ലാം വന്ന് നമുക്ക് കീഴടങ്ങി ജീവിക്കാനോ പോകും? ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം. അവിടെ സ്ത്രീ ഉദ്ദേശിച്ചാൽ തന്നെ ഭാര്യ ഭർത്താവിനെന്നാണ്. ഉദാഹരണം, കൊല്ലം ജില്ലയിലെ DGP അല്ല SP ഒരു സ്ത്രീയാണ്. അവർ നമുക്ക് കീഴടങ്ങി ജീവിക്കാൻ ഒക്കുമോ? ഇവിടുത്തെ സബ് ഇൻസ്പെക്ടർ സ്ത്രീയാണെന്ന് കൂട്ടിക്കോ? നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ചാടി ഇരുന്നിട്ട് നമുക്ക് കീഴടങ്ങി ജീവിക്കാൻ ഒക്കുമോ? സാറ് പറഞ്ഞല്ലോ ചെയ്യാൻ നമ്മോട് പറയുമോ? ഇല്ല. അച്ഛാ, ആരെങ്കിലും സഹോദരിമാരെ നമ്മളെ ബഹുമാനിക്കുന്നെങ്കിൽ അത് വലിയ കാര്യം. മനസ്സിലായോ? വചനം പഠിക്ക് പോട്ടെ. ഭാര്യ ഭർത്താവിന് കീഴടങ്ങണം എന്നല്ല, ഞാൻ കണ്ട സ്ത്രീകളെല്ലാം പോയി കീഴടങ്ങണമെന്നില്ല. അത് തെറ്റുവാണ്, ചെയ്യരുത്. ഒരാൾക്കേ കീഴടങ്ങാവുള്ളൂ. സ്തോത്രം, പോട്ടെ. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോഴേ ഞാൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഈ പരിണാമ സിദ്ധാന്തം പറയുന്ന ഒരു സ്ത്രീയും പുരുഷനും ഒക്കെ കാണുമല്ലോ, അവരെങ്ങനെയും ഉണ്ടായിക്കോട്ടെ. അതിൽ ഇവർ സമത്വമുള്ളവരായിരുന്നോ? പുരുഷനാദ്യം സൃഷ്ടിക്കപ്പെട്ടോ സ്ത്രീ ആദ്യം സൃഷ്ടിക്കപ്പെട്ടോ രണ്ടും ഒരേ സമയത്ത് സൃഷ്ടിക്കപ്പെട്ടോ? അവരാകെപ്പാടെ അങ്ങ് നിശബ്ദരായി. ഓഡിയൻസിൽ നിന്ന് ഒരാൾ എന്നോട് പറയാ, ഇത് ആവശ്യമില്ലാതെ സംസാരിക്കരുതെന്ന്. മനസ്സിലായില്ലേ? ഇത് ആവശ്യമില്ലാത്ത കാര്യം പറയരുതെന്ന്.
ഇത് ആവശ്യമില്ലാത്ത കാര്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ചോദിച്ച ചോദ്യമല്ലേ? ഞാൻ ചോദിച്ച ഇത്രേ ഉള്ളൂ. ഈ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഒരു മനുഷ്യനുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതാണ് ശരിയെങ്കിൽ അവിടെ സമത്വം ഉണ്ടോ എന്ന് പറഞ്ഞാൽ മതി. അവർ രണ്ടും ഒരേ സമയത്ത് സൃഷ്ടിക്കപ്പെട്ടോ, സ്ത്രീ ആദ്യം സൃഷ്ടിക്കപ്പെട്ടോ, പുരുഷനാദ്യം സൃഷ്ടിക്കപ്പെട്ടോ, അത് എങ്ങനെ ഒന്ന് പറഞ്ഞതാ? ഇവർക്ക് മക്കളെങ്ങനെ ഉണ്ടായി? രണ്ടും ഒരേ സ്ഥലത്തായിരുന്നോ? ഈ പരിണമിച്ച് ഇവർ രണ്ടും ഒരേ സ്ഥലത്ത് വരണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നോ? അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലൂടെ പ്രജനനം സംഭവിച്ച് പുതിയ തലമുറ ഉണ്ടാകണമെന്ന് എന്തായിരുന്നു നിയമം? ഇവരെ കൂട്ടി യോജിപ്പിച്ച ആരാ? ഒന്ന് പറയാൻ പറഞ്ഞു. സ്വർഗത്തിലൊരു മൗനത ഉണ്ടായി എന്ന് നമ്മൾ വായിച്ചറിഞ്ഞിട്ടേ ഉള്ളൂ, മിണ്ടിയില്ല. പോട്ടെ. അപ്പം ജനനത്തിൽ യേശു വ്യത്യസ്തനാണ്. ഹല്ലേലൂയ. മറ്റൊരുവനും അതുപോലെ ജനിച്ചിട്ടില്ല. തിരുവെടുത്ത് പറയുക, പുരുഷന്റെ ഇഷ്ടം കൂടാതെ, സ്ത്രീയുടെ ഇഷ്ടം കൂടാതെ തിരുപ്പിറവി കൊണ്ടവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ യേശു ജനനത്തിൽ വ്യത്യസ്തനായിരുന്നു, പ്രവൃത്തികളിൽ വ്യത്യസ്തനായിരുന്നു, പ്രസംഗങ്ങളിൽ വ്യത്യസ്തനായിരുന്നു. അവൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിച്ചിട്ടില്ല. ഈ ഘട്ടത്തിൽ നമ്മുടെ കർത്താവിനെ സമയമെടുത്തപ്പോൾ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന ഒരു രംഗമാണ് നാം ഈ രാത്രി വായിച്ചത്. അതിനു മുമ്പ് പലയാവർത്തി യേശുവിനെതിരെ അക്രമ സംഭവങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. കല്ലെറിയാൻ തയ്യാറായിട്ടുണ്ട്. അതിനൊന്നും വശംവദനാകാത്ത, അതിനൊന്നും കീഴടങ്ങാത്ത കർത്താവ് ഒരു ദിവസം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ കാര്യം പഠിക്കണം. ഗെത്സമനയുടെ തോട്ടത്തിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥന കണ്ടിട്ട് ആളുകളിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ദൈവമല്ലേ എന്നിട്ടവൻ കരഞ്ഞതെന്തിന്? ദൈവമല്ലേ എന്നിട്ടവൻ പ്രാർത്ഥിച്ചതെന്തിന്? ദൈവത്തെ ആണിയടിച്ച് ക്രൂശിച്ചു കൊല്ലാൻ സാധിക്കുമോ? ദൈവം മരക്കുരിശിൽ കിടന്ന് അലറി വിളിച്ച് കരയുമോ? 100 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാത്തവരല്ല യേശുവിൻ്റെ അനുഗാമികൾ. ഞാൻ കൃത്യം ഉത്തരം പറയാം. എന്താണ് ഉത്തരം? ദൈവം എന്ന് പറയുന്നത് 3 കാര്യങ്ങൾക്ക് വിധേയനാവില്ല. 1, ദൈവത്തിന് പ്രായമുണ്ടാവില്ല. എന്ന് വെച്ചാൽ സമയം ബാധിക്കില്ലെന്ന്. ഹല്ലേലൂയ. നമ്മൾ 10 വർഷം മുമ്പ് കൺവെൻഷന് പങ്കെടുത്ത ആളുകൾ തന്നെ ആയിരിക്കുന്നു. പക്ഷേ രൂപവും ഭാവമൊക്കെ മാറി. തലയൊക്കെ നരച്ചു, ക്ഷീണമൊക്കെ വന്നു. പിന്നെ ആകപ്പാടെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഒന്ന് കാണണമായിരുന്നു. അവർക്ക് തന്നെ അറിയാം അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ആ ആത്മാർത്ഥതയിലും ധൈര്യത്തിലാണ് പറയുന്നത്, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഒന്ന് കാണണമായിരുന്നു. അങ്ങനെയുള്ളവരോട് പറഞ്ഞാൽ ശ്രമിക്കാം. അല്ല ഇപ്പം എന്താ ചെയ്യുന്നത്? പോട്ടെ. അപ്പം സമയം ദൈവത്തിന് ബാധകമല്ല. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല. സമയം ദൈവത്തിന് ബാധകമല്ലാത്തതുപോലെ സ്ഥലം ദൈവത്തിന് ബാധകമല്ല. കാരണം സർവവ്യാപിയാണ്. പത്തനാപുരത്തുമുണ്ട്, അമേരിക്കയിലുമുണ്ട്, ചന്ദ്രനിലുമുണ്ട്, സൂര്യനിലുമുണ്ട്, സകല ഇടത്തും സർവവ്യാപിയാണ് ദൈവം. 3, മാറ്റർ അഥവാ പിണ്ഡം ദൈവത്തിന് ബാധകമല്ല. ഒരു വസ്തുവും അവനെ ഉന്മൂലനം ചെയ്യത്തക്ക വിധത്തിലോ സ്വാധീനിക്കത്തക്ക വിധത്തിലോ ഇല്ല. വെയിലും കാറ്റും വെളിച്ചവും മഴയും ഇവയൊന്നും അവനെ ബാധിക്കില്ല. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല. അതാണ് ദൈവം. എല്ലാവർക്കും അത് അംഗീകരിക്കാം. അപ്പോഴൊരു ചോദ്യം, കർത്താവായ യേശുക്രിസ്തു ദൈവമെങ്കിൽ ഇതൊക്കെ ബാധിച്ചോ? തീർച്ചയായും സ്ഥലം ബാധിച്ചു, സമയം ബാധിച്ചു, ഗതിഭേദങ്ങളാൽ ആച്ഛാദനം ചെയ്യപ്പെട്ടു. എന്താണ് കാരണം എന്നറിയണ്ടേ? ദൈവം സ്ഥലത്തിനും കാലത്തിനും പിണ്ഡത്തിനും വിധേയനായവന്റെ പേരാ യേശുവെന്ന മനുഷ്യൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം സ്ഥലത്തിനും കാലത്തിനും വിധേയനായി, ദൈവം മനുഷ്യനായി. അപ്പോഴാണ് കരഞ്ഞത്, അപ്പോഴാണ് വിശന്നത്. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒടുക്കത്തെ യാഗമായി കർത്താവായ യേശുക്രിസ്തു തിരുപ്പിറവി കൊണ്ടാടിയപ്പോൾ മനുഷ്യജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന് വിശന്നത്, ദാഹിച്ചത്. കാരണം അവൻ സമ്പൂർണ്ണ മനുഷ്യത്വം കൈവരിച്ചു. അത് യേശുവിനെ കണ്ടിട്ട് ക്രൈസ്തവരെല്ലാം കൂടി വ്യാഖ്യാനിച്ച് അങ്ങനെ ആക്കിയതല്ല. മനസ്സിലായില്ലേ? അല്ലെ ഞങ്ങളൊരു പ്രവാചകനായി കണ്ടാൽ മതിയായിരുന്നു. ദൈവത്തെ പറ്റിയുണ്ടല്ലോ സമൃദ്ധമായി ബൈബിളിലുണ്ട്. ഞങ്ങൾ യേശുവിൻ്റെ പ്രവാചകനായി കണ്ടിട്ട് ഏകസത്യ ദൈവത്തെ വിളിച്ച് യഹോവ അങ്ങനെ പ്രാർത്ഥിച്ചു പോയാൽ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അങ്ങനെ കഴിയാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയണ്ടേ?
വളരെ സ്പഷ്ടമായി യേശുവിൻ്റെ ദൈവത്വം തിരുവെടുത്ത് തെളിയിക്കുന്നു, അത് സ്ഥാപിക്കുന്നു, അതിൻ്റെ അർത്ഥസാഹിത്യങ്ങളെക്കുറിച്ച് കൃത്യതയോടെ അത് വിവരിക്കുന്നു, അതിൻ്റെ കാര്യകാരണങ്ങൾ ഗംഭീരമാണ്. ഒന്നുകൂടി പറയട്ടെ, യാദൃച്ഛികമായി നാം എല്ലാവരും ചേർന്ന് യേശുവിനെ ദൈവമാക്കിയതല്ല. പിന്നെ എങ്ങനെ പറയാം? ക്രിസ്തു ജനിക്കുന്നതിൻ്റെ 750 പരം വർഷങ്ങൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ള ദൈവീക പ്രവചനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു. കർത്താവായ യേശുവിനും 1000 ആണ്ടുകൾക്കപ്പുറത്ത് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും ജനനത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും നിരവധി പ്രവാചകന്മാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രവചിച്ചു. അതിൽ ശ്രേഷ്ഠനായൊരു പ്രവാചകൻ ആ പ്രവചനങ്ങളുടെ പ്രവാഹം ഒഴുകി വരുന്നൊരു സ്ഥലത്ത് ഒരുമിച്ച് നിന്നിട്ട് നമ്മോട് ചോദിക്കുക, ഞങ്ങൾ കേൾപ്പിച്ചത് നിങ്ങളിൽ ആരാണ് വിശ്വസിച്ചത്? അങ്ങ് ഉൽപ്പത്തി മുതൽ ഞങ്ങൾ തലമുറകളെ ഒരു കാര്യം കൽപ്പിച്ചു, മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യരൂപത്തിൽ യുഗത്തിൽ പിറവി കൊള്ളുന്നതിനെ പറ്റി യഹോവയാം ദൈവം തന്റെ പുത്രനെ കാലത്തിന്റെ നിർണായക ഘട്ടത്തിൽ ഇഹലോകത്തിലേക്ക് അയക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു. യെശയ്യാവും ഇരമ്യാവും എസെക്കിയേലും ദാനിയേലും മോശ മുതലായ പ്രവാചകന്മാരും യേശു ഇഹലോകത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് കേൾപ്പിച്ചിട്ട് ചോദിക്കുക, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? അടുത്തൊരു ചോദ്യം, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഇതാ ഭുജം എന്ന് വിളിക്കുന്ന ആളിനെ അടുത്ത നിമിഷം മുതൽ ഭുജമെന്നല്ല പറയുന്നത്, അവൻ യഹോവയുടെ ഭുജം എന്ന് പറഞ്ഞിട്ട് പറയുക, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വീർമുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശിരിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ ദൈവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ പാപം നിമിത്തം മുറിവെറ്റിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരികളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാം അകൃത്യം അവന്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. ചുരുക്കത്തിൽ ക്രൂശു മരണത്തിന്റെ യോഹന്നാൻ വിശദീകരിക്കുന്ന യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി മുതൽ പകൽ വരെ നടമാടുന്ന സംഭവ വികാസങ്ങളെ പറ്റി 750 പരം വർഷങ്ങൾക്കപ്പുറത്ത് ഈ സ്ഥലത്തൊരിക്കലും വന്നിട്ടില്ലാത്ത, ഈ ക്രൂശീകര രംഗം നേരിട്ട് കണ്ടിട്ടില്ലാത്ത, കാണാൻ സാധ്യതയില്ലാത്ത ഒരു പ്രവാചകനെ ആത്മദൃഷ്ടിയാൽ കണ്ട് അത് എഴുതി വെച്ച മഹത്തരമായ കൃതിയുടെ പേരാണ് വിശുദ്ധ ബൈബിളെങ്കിൽ യേശുവിന്റെ ക്രൂശ് മരണം ഒരു അപ്രതീക്ഷിത സംഭവമല്ല. അത് ക്രൈസ്തവ സഭയുടെ അഭിമാനം മുൻകൂട്ടി നിർണയിച്ചതിനും പ്രകാരം മനുഷ്യപുത്രൻ പോകുന്നു സത്യം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രാണനെ നമുക്കായി ഏൽപ്പിച്ചു തന്ന അത്ഭുത. അതുകൊണ്ട് അവൻ കരഞ്ഞതിന് അർത്ഥമുണ്ട്. നീ കരഞ്ഞതവിടെ നിൽക്കട്ടെ, യേശു ഇവിടെ നിന്നാ കരഞ്ഞെന്നറിയണ്ടേ? ജയിലിൽ കിടക്കുമ്പോൾ മാപ്പിടുത്തി കൊടുത്ത് രക്ഷപ്പെടുതല്ല, അടിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് ഓടിപ്പോവല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഈ നാട്ടിൽ കിടന്ന് തല്ലി മേടിക്കുന്ന കക്ഷികളെ കണ്ടിട്ടുണ്ടോ? അല്പം വെള്ളം അടിച്ചിട്ട് എൻ്റെ വാടാ വാടാ എന്നൊക്കെ വിളിച്ച് ആരെങ്കിലും ചെല്ലുമ്പോൾ ഇവൻ ഓടും. മനസ്സിലായില്ലേ? ഓടിപ്പോകും. അങ്ങനെ ഓടിപ്പോയിട്ട് കണ്ടതെല്ലാം മേടിച്ച് കിട്ടിയിട്ട് അഡ്വാൻസായിട്ട് നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വീട്ടിൽ ചെന്ന് ബോണസ് വേറെയും മേടിക്കും. സൂക്ഷിച്ചോണം. ഇതെല്ലാം മേടിച്ച് കിട്ടിയിട്ട് വെല്ലുവിളിച്ചു പോയില്ല. കർത്താവായ യേശു എങ്ങനെയായിരുന്നു പറയാം? ഗെത്സമനയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. നീ എനിക്കായി കരുതിയ പാനപാത്രം, പാപത്തിൻ്റെ കാഠിന്യം ജീവിതത്തിലേക്ക് സാംശീകരിച്ചു. അവൻ പ്രാണവേദനയിൽ പിടഞ്ഞു, അവൻ്റെ രക്തം വിയർത്തു. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതാ നിൽക്കുന്നു അറസ്റ്റ് ചെയ്യാൻ വലിയൊരു സൈന്യം. ഇവിടെ കാണണം, അർദ്ധരാത്രി പന്തം കയ്യിലെന്തി, വടി കയ്യിലെന്തി, ആയുധം കയ്യിലെന്തി, ചങ്ങല കയ്യിലെന്തി, തീവട്ടി കയ്യിലെന്തി, ഒരു സൈന്യം മുഴുവൻ ഗെത്സമന വളഞ്ഞു. അല്പം മുമ്പ് കണ്ണീരൊടുക്കി പ്രാർത്ഥിച്ചവൻ ചോദിക്കുക, നിങ്ങൾക്കാരെ വേണം? ആരെയാ തിരയുന്നത്? ഈ ചങ്കുറപ്പിൻ്റെ പേരാ സുവിശേഷം. ഹല്ലേലൂയ. നിങ്ങൾക്കാരെ വേണം? ഞങ്ങൾക്ക് നസ്രയനായ യേശുവിനെ, അത് ഞാനാ. ഓടി രക്ഷപ്പെടുന്നല്ല സുവിശേഷം. ഹല്ലേലൂയ.
നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചു ഇന്ത്യയിലേക്കൊരു ഉണർവയക്കാൻ. ഒരു ഘട്ടമെങ്കിലും ഇന്ത്യയിലേക്കൊരു ഉണർവയക്കാൻ പ്രാർത്ഥിച്ചവരൊരു കാര്യം കാണണം. ഇന്ന് ഛത്തീസ്ഗഡിൽ, ന്യൂഡൽഹിയിൽ, ബീഹാറിൽ, നൂറുകണക്കിന് ജയിലുകളിൽ പണ്ട് പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച നിരവധി ദൈവവൃത്യന്മാരെയും അവരുടെ ഭാര്യമാരെയും ഒക്കെ ജയിലിലടക്കിയ ഇതൊരു തോൽവിയല്ല. ഞങ്ങളുടെ ഉണർവിൻ്റെ പ്രവാഹം, അതിൻ്റെ ഊർജപ്രവാഹം അടക്കപ്പെട്ട ജയിലറകളിൽ നിന്നാണ്. അടക്കപ്പെട്ട ജയിലറകളിൽ പ്രാർത്ഥനയുടെ ഉറവകൾ ശക്തിപ്പെടുമ്പോൾ, കാതങ്ങൾക്കകലെ നിന്നുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളണം. ഛത്തീസ്ഗഡിന്റെ ഇരുണ്ട ഇടനാഴികളിൽ ശ്വാസം വിടാനിടയില്ലാത്ത ഇടത്ത് ഭാര്യയെയും മക്കളെയും കുഞ്ഞുങ്ങളെയും ഒരുമിച്ചിട്ടിട്ട് ആ ജയിലിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഒറ്റക്കല്ല, നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും ചുറ്റും നിൽക്കുന്ന കാര്യം ഉറപ്പാക്കിക്കൊള്ളണം. ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ഉണർവിന്റെ താപജാലകൾ അലയ്ക്കാൻ കാലം സമാഗതമായി. അതിന്റെ തെളിവുകളാ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലയോ കാലമേ, നിങ്ങൾ ഞങ്ങളെ കണ്ടിട്ട് എന്തു തോന്നുന്നു? ഞങ്ങൾ ഛത്തീസ്ഗഡിൽ ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ കിടക്കുന്നു എന്ന് കരുതി തെരുവ് സ്തംഭിപ്പിച്ച് സത്യാഗ്രഹം നടത്തുമെന്നോർത്തോ? വാഹനങ്ങൾ എറിഞ്ഞ് തല്ലിപ്പൊളിക്കുമെന്നോർത്തോ? പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തുമെന്നോർത്തോ? സമാധാനപരമായി പോലും ഞങ്ങൾ മറ്റുള്ളവരുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കാതെ, ഒരു മനുഷ്യനും ദ്രോഹം വരുത്താതെ അവരെ ജയിലിലടച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒറ്റ മാർഗമേ ലോകത്തുള്ളൂ. അത് യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗമാണ്. ഹല്ലേലൂയ. പണ്ട് ജയിലിൽ പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ മിനിയാന്ന് ഇവരൊരു കൂട്ടായ്മയിലാണ് പ്രസംഗിച്ച്. ഞാൻ അവരോട് പറഞ്ഞു, നമ്മളെല്ലാം പ്രാർത്ഥിക്കണം. നമ്മളീ കുറേ പേരുടെ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം, എങ്കിലേ നമ്മൾ ശരിയാവുള്ളൂ. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. പേര് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു. കാരണം ഈ പൗലൂസിനെ പിടിച്ച് ജയിലിലിട്ട്, ഈ ജയിലിലിടുക എന്ന് പറഞ്ഞാൽ അതിനൊരു നടപടിക്രമമുണ്ട്. ഇയാളങ്ങോട്ട് കയറിക്കുമെന്നും തള്ളിയിട്ടുകയല്ല. നമ്മുടെ പേരും കുറ്റവും നമ്മൾ ഏത് സെക്ഷൻ അനുസരിച്ച് അറസ്റ്റ് ചെയ്തതെന്നും വിചാരണ കോടതിയുടെ വിധിയെല്ലാം വായിച്ചിട്ട് പറയും, മാത്തുക്കുട്ടിയാകുന്ന താങ്കൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ലംഘിച്ച് സുവിശേഷം പ്രസംഗിച്ചു എന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ട് കയറ്റിവിടുന്നത്. ഈ 6 വർഷത്തെ തടവ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളൊരു നല്ല മനുഷ്യനായി പുറത്തു വരണം, ഈ കാലം സ്വയശുദ്ധീകരണത്തിനെടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൗലോസിനെ അങ്ങോട്ട് ഇട്ടേ. പൗലോസ് മുഖാന്തരം അവനെ നോക്കി അർത്ഥഗർഭമായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിലുണ്ട് വലിയൊരു സന്ദേശം. നിങ്ങൾ ആരെയാ പിടിച്ചകത്തിരുന്നേ? 6 വർഷം തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരുത്തരോടും പറയരുതെന്നോ? അകത്തോട്ട് കൊണ്ടുപോകാനോട് ആദ്യം പറഞ്ഞു സുവിശേഷം. ഹല്ലേലൂയ. കണ്ടവരോട് പറഞ്ഞു സുവിശേഷം. ഇത്രേ ഉള്ളൂ സുവിശേഷം. യേശു നല്ലവനാ. കരണമടിച്ചു പുകയ്ക്കാൻ ഓടി വരുന്നവരോടും പറയണം, കുഞ്ഞെ യേശു നല്ലവനാ. കൊല്ലാൻ കത്തിയും കൊണ്ട് അടുത്ത് വരുന്നവരോട് അവസാനം പറയേണ്ടത് കൊല്ലരുതേ എന്നല്ല, ഞാൻ അറിയുന്ന യേശു നല്ലവനാ, യേശു വലിയവനാ. കയ്യിൽ കരവാളേന്തിക്കൊണ്ട് ചങ്ക് വിളർത്താൻ ഓടി വരുന്നവനെ നോക്കി പറയണം, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഏതക്രമിയോടും ഏത് അധർമ്മിയോടും പറയണം, യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം പറഞ്ഞിട്ടേ മരിക്കാവൂ. അത് പറയാനൊരു അവസരം തരണേന്നാണ് പ്രാർത്ഥിക്കണ്ടേ. ഹല്ലേലൂയ. പ്രൈസലോ. അല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഈ മെഡിക്കൽ കോളേജിൽ നമ്മൾ ശ്വാസം കിട്ടാതെ ഇങ്ങനെ വലിച്ചു കിടക്കുക എന്ന് പറയുന്നതിലും നല്ലതല്ലേ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ കല്ലെറിഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ? മനസ്സിലായില്ലേ? ഛത്തീസ്ഗഡിലെ ജയിലിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരെ ഓർത്ത് എനിക്ക് വല്ലാത്ത അസൂയയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ മക്കൾ ഓർത്ത് ഭയങ്കര അസൂയുള്ള ദൈവമക്കൾ എത്ര പേരും ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ആ കരുത്തിന്ന് ഇവിടെ ഉണ്ടാകട്ടെ, ആ ശക്തി ഇന്നിവിടെ തെളിഞ്ഞു വരട്ടെ. പൗലോസിനെ ഇങ്ങനെ അകത്തേക്ക് ഇട്ടപ്പോൾ പൗലോസ്ലീഹ പിന്നെ കാലമേറെ കഴിഞ്ഞൊരു കത്ത് നമുക്കൊക്കെ അയക്കുന്നുണ്ട്, ലേഖനങ്ങളെ. എഫേസ്യ ലേഖനവും കൊലോസ് ലേഖനവും ഒക്കെ എഴുതുന്നുണ്ട്. ആ കൂടെ പറയുകയാണേ, പലരുടെ കാര്യം പറഞ്ഞു വന്ന വഴിക്ക് പറയാം, കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. എന്താ അതിൻ്റെ അർത്ഥം? എന്ന് മനസ്സിലായോ? എടാ കൈസറേ, നീ ഞങ്ങളെ പിടിച്ച് ജയിലിലിട്ടാൽ നിന്റെ അരമനയ്ക്കകത്ത് ചർച്ച് പ്ലാൻ ചെയ്യും. നിന്റെ അരമനയ്ക്കകത്തൊരു രഹസ്യ കൂട്ടം ഞങ്ങൾക്ക് കൂടാൻ കേട്ടതൊന്നും വേണ്ടെന്ന്. മരത്തണൽ, സ്വത്രം, എവിടെങ്കിലും വഴി സൈഡ്, വെജി ഷെഡ്, എവിടെ കൂടുന്നോ ഇത്രേ ഉള്ളൂ. എ പേഴ്സൺ വിത്ത് ക്രൈസ്റ്റ്, അതാണ് ചർച്ച്. മനസ്സിലായോ? എ പേഴ്സൺ വിത്തൗട്ട് ക്രൈസ്റ്റ്, അതാണ് മിഷൻ ഫീൽഡ്.
മനസ്സിലായില്ലേ? ക്രിസ്തുവുള്ള ഏതൊരാളും ഒരു സഭയാ. മനസ്സിലായില്ലേ? ഇതിനായിട്ട് പ്രവർത്തിച്ചോണം. ഇനി നമുക്കധികം കാലമൊന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ അടുത്ത കാലത്ത് അല്പം ശാരീരിക അസ്വസ്ഥതയില്ലായിരുന്നു. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി. എൻ്റെ ഈ നാവെല്ലാം കൂടി, ഈ കാലെല്ലാം കൂടെ, ഈ ഭാഗമെല്ലാം കൂടി ഇങ്ങനെ ഒരു സൈഡിലേക്കായിട്ട് ഒരവസ്ഥയിലാണ്. +2 പഠിക്കുന്ന എൻ്റെ മോനാണ് അടുത്തുള്ളത്. എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാർ ഇങ്ങനെ നിൽക്കുകയാണ്. കൊച്ചു കുട്ടികളാണ് ഡോക്ടർമാർ. അവർ വളരെ വേദനയോട് ഇങ്ങനെ സംസാരിക്കുക. ഒരു മോൾക്ക് വല്ലാത്തൊരു ദുഃഖം. അങ്കിളെ ഇവിടെ എല്ലാം കോടിയല്ലോ അങ്കിളെ, അങ്കിളിന് വേറെ എവിടെയെങ്കിലും പോകാം, ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നല്ല ചികിത്സ കിട്ടുന്നു. ഞാൻ സത്യം നിങ്ങളോട് പറയട്ടെ, 90 ദിവസം ഇവിടെ കോടിയിരിക്കുന്ന പറഞ്ഞു, കുറഞ്ഞത് അത് തുടരുമെന്നും പറഞ്ഞു. തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഒരു ഭയം പോലും അവിടെ ഉണ്ടായില്ല, ഒട്ടും പേടി ഉണ്ടായില്ല. നമുക്കിങ്ങനെയൊന്നും പോലും പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ ഒരു സൈഡ് കോടേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അത് നടക്കട്ടെ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ കോടി നിൽക്കണമെന്ന് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, നീ ആയിരിക്കണോ ചെയ്യുന്നത്, അതേ ഉള്ളൂ. അതെന്നെ ഒന്ന് ബോധ്യപ്പെടുത്തത്. മോനെ ഞാൻ കാരണമാണ്, തീർന്നു. പരിഭവമില്ല, ഒരു പരിഭവം ഇല്ല. ദുഃഖം ഏത് വരുമ്പോഴും തമ്പുരാൻ പറയണം, മോനെ ഞാൻ അതിൻ്റെ പിന്നിൽ. സന്തോഷമുണ്ടോ? ഏത് വേദനയ്ക്ക് മുമ്പിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി, മകനെ ഞാൻ കാരണമാ നിനക്കത് വന്നേ. ഹല്ലേലൂയ. ഈ നല്ല ഉറവും അറിവും മോശക്കുണ്ടായിരുന്നു. മോശയെ കൊണ്ട് വാഗ്ദത്ത കനാനിൽ കാണാൻ വേണ്ടി നെബോയുടെ ഉയരങ്ങളിൽ നിർത്തി. അദ്ദേഹം ഈ സ്ഥലമെല്ലാം ഇങ്ങനെ കണ്ടു. കുഞ്ഞെ നീ അങ്ങോട്ട് പോവില്ല, നീ ഇവിടെ കിടന്നു മരിക്കും. നമ്മളാണ് അവിടെ പൊട്ടിക്കരഞ്ഞിട്ട് പറയും മോശമായി കാണിക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ മോശയോട് പറഞ്ഞ കാര്യം ദൈവം യോനയോടൊന്ന് പറയണമായിരുന്നു, വിവരം അറിഞ്ഞനെ. ശരിയല്ലേ? നീ ഇവിടെ കൊണ്ട് തീരും, അക്കരെ പോകില്ല. ഞാൻ യോനെ അവിടെ കിടന്ന് വല്ലാതെ വിഭ്രാന്തി കാണിച്ചേനെ. ശരിയല്ലേ? മോശ ഇത് കണ്ടിട്ട് ചൂടായോ? മോശ ഇതൊക്കെ പറഞ്ഞ ദൈവത്തോട് പറയുക, ആകട്ടെ, അത്ര ഉള്ളോ, സമ്മതിച്ചു. അതുകൊണ്ട് ദൈവം മോശയെ കൈവിട്ടോ? ഇല്ല. മറുരൂപമല്ലെങ്കിൽ 1000 സൂര്യചന്ദ്രന്മാരെ വെല്ലുന്ന തേജസ്സോടെ ദൈവപുത്രനൊപ്പം നിൽക്കാനാ നീ നേരത്തെ വരാൻ വിളിച്ചേ. ചിലതരം മരണം പോലും അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, രോഗങ്ങളും വേദനകളും ആകുലതകളും വരുമ്പോൾ ഭക്തൻ മനസ്സിലാക്കിയിരിക്കണം, അത് തോൽവിയല്ല, ജയമാണ്. സ്തോത്രം. നമുക്ക് നേരമില്ലല്ലോ പറഞ്ഞു പോകാൻ. കർത്താവിനെ അറസ്റ്റ് ചെയ്തു. അന്നാസും കയ്യഭാവും കൂടെ കാർമ്മികത്വം വഹിക്കുന്നൊരു കോടതി. ആ കോടതിയിലാകെ നോക്കിയിട്ട് യേശുവിനെ ക്രൂശിക്കാൻ വകുപ്പില്ല. എൻ്റെ കാരണം അറിയോ? ഇതൊരു മതകോടതിയാണ്. ഈ മതകോടതി വിധിച്ചാൽ യേശുവിന് ക്രൂശ് മരണം കൊടുക്കാനാവില്ല. മനസ്സിലായോ? അപ്പം നമ്മുടെ ജില്ലാ കളക്ടർ കോടതിയാണ്, ഡിസ്ട്രിക്ട് കോർട്ടാണ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്. പക്ഷെ നമ്മളെ തൂക്കാൻ വിധിക്കാൻ സാറിന് അധികാരമില്ല. സാർ ഇവിടെ വന്നിട്ട് പറയാം, തന്നെ ഞാൻ തൂക്കാൻ വിധിച്ചിരിക്കുന്നു. ചുമ്മാ പോ സാറേ, അതിന് അധികാരമില്ല. അതിന് വേറെ കോർട്ടുണ്ട്, സെഷൻസ് കോർട്ടിനാണ് അതിന് അധികാരമുള്ളത്. സെഷൻസ് കോർട്ടിലിരിക്കുന്ന ജഡ്ജിക്കാണ് നമുക്ക് തൂക്കേറ് വിധിക്കാനുള്ള അധികാരം. ഈ സാറിന് ഇല്ല. ഇല്ലാത്ത അധികാരം പ്രയോഗിക്കരുത്. അങ്ങനെയാണ്. സന്നിധിന് അധികാരമില്ല. എന്തിന്? ക്രൂശ് മരണം കൊടുക്കാൻ. മരണം കൊടുക്കാം, കല്ലെറിഞ്ഞു കൊന്നോണം. മനസ്സിലായില്ലേ? കല്ലെറിഞ്ഞു കൊല്ലാം. കല്ലെറിഞ്ഞ് മാത്രമല്ല, വാളിനാൽ യേശുവിനെ കൊല്ലാൻ അവർക്ക് അധികാരമുണ്ട്. അവർക്ക് യേശുവിനെ കൊല്ലാൻ, തൂക്കിക്കൊല്ലാനുള്ള അധികാരമുണ്ട്. ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ അധികാരമുണ്ട്, ക്രൂശിച്ചു കൊല്ലാൻ അധികാരമില്ല. ആ അധികാരം റോമൻ ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. നേരെ എടുത്ത് അങ്ങോട്ട് ഇട്ടു. അവിടെ കിട്ടപ്പോൾ പീലാത്തോസിൻ്റെ കോടതിയാണ്. അയാൾ റോമക്കാരനാണ്. ചരിത്രം പറയുന്നത് ഈ പീലാത്തോസിന് ഒരു ദൗർബല്യം ഉണ്ടായിരുന്നു, നന്നായിട്ട് മദ്യപിക്കും. രണ്ടാമത്തെ കാര്യം, ഈ പീലാത്തോസിന് ഭയങ്കര യഹൂദ വിരോധമായിരുന്നു. യഹൂദ വിരോധം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർക്ക് നമ്മളെ കാണുകയും അങ്ങ് വിരോധമാണ്. നമ്മൾ കൊള്ളയടിച്ചിട്ടാണോ, ഇവന് വല്ലതും കൊടുക്കാനുണ്ടായിട്ടാണോ, ഏതാണ്ടൊരു ബുദ്ധിമുട്ട്. നമ്മൾ പുകവലിക്കാറില്ല, മദ്യപിക്കാറില്ല, മുമ്പേ പറഞ്ഞ പോലെ സത്യാഗ്രഹം നടത്താറില്ല, വണ്ടി തടയാറില്ല. ഞാൻ ഈയിടയ്ക്ക് ഒരാളോട് ചോദിച്ചു, ഇവിടെ ഞങ്ങളുടെ കുമ്പനാട് കൺവെൻഷൻ 100 വർഷം ആകുന്നു, പുനലൂരെ കൺവെൻഷൻ 100 കൊല്ലം, മുളക്കുഴ കൺവെൻഷൻ 100 കൊല്ലം. അതിൻ്റെ ഒരു നമ്മുടെ മിക്കവാറും കൺവെൻഷനൊക്കെ 100 കൊല്ലമായി.
ഈ 100 കൊല്ലത്തിനിടയ്ക്ക് പോലീസിനൊരു പെറ്റി കേസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പെറ്റി കേസ് എടുക്കേണ്ടി വന്നു. മനസ്സിലായി? ഒരു പെറ്റി കേസ്, പേരിനെങ്കിലും ഒരു പെറ്റി കേസ് 100 കൊല്ലത്തിനകം ഇല്ല. നമ്മളെന്ത് ചെയ്ത് രാജ്യത്തിന് ചെയ്ത ദ്രോഹം പറ? നമ്മളെല്ലാം കൂടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പിക്കറ്റിങ്ങിന് പോയോ? താഴെ ഇറക്കുമെന്ന് പറഞ്ഞോ? മോളി കയറ്റുമെന്ന് പറഞ്ഞോ? ഒന്നുമില്ല. ആര് കയറിയാലും നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. ആര് കയറിയാലും പ്രാർത്ഥിക്കാനായി പുസ്തകം പറയുന്നില്ലേ? അവരെ ആക്കുന്നത് ദൈവമാണെന്നാണ് തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാ. എന്തിനാ ഇത്രയും പറഞ്ഞേ? ഭയങ്കര വിരോധം. ഇതുപോലെ പീലാത്തോസിന് ജൂതന്മാരോട് ഭയങ്കര വിരോധം. ജൂതന്മാർ ഒരു വിഷയവുമായി പീലാത്തോസിന്റെ കോടതിയിലെത്തി. എന്താ പറയുന്നറിയണ്ടേ? ഇവനെ ക്രൂശിക്കണം. പുള്ളി ആകപ്പാടെ ഈ കേസെല്ലാം കേട്ടു. യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഒന്നാമത് ബോധമില്ലാതിരിക്കുകയാണ്. ബോധം തീരില്ല. അയാളെ ഇങ്ങനെ നോക്കിയാൽ എന്തേ കൊണ്ടുവരാൻ പറഞ്ഞു. യേശുവിനെ കൊണ്ടുവന്നു. യേശുവിനെ കൊണ്ടുവരുമ്പോൾ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ശരി, 40 അടി കൊടുത്തേക്കാൻ പറഞ്ഞു. 40 അടി കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? സാധാരണഗതിയിലൊരു മനുഷ്യനെ അങ്ങനെ അടിക്കുന്ന നമ്മൾ കാണുക. നമ്മൾ കണ്ടു ചോദിക്കില്ല, ഇതെന്തിനാ അടിക്കുന്നത്? വിശേഷിച്ച് കേരളത്തിന് പുറത്ത് നമ്മൾ അക്കിട്ട് അടി കിട്ടി അടി കൊണ്ട് തീരെയുള്ളത് വേറെ കാര്യം. ഇതെന്താണെന്നറിയണമല്ലോ. നമ്മുടെ നാട്ടിൽ വന്ന ഒരു അതിഥി തൊഴിലാളിയെ തൊഴിൽ കൊടുത്ത മനുഷ്യനെ അടിക്കുക. 2-3 അടിയൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്നിട്ട് പറയലേ, അടിക്കാൻ പറയട്ടെ, കാര്യം പറ. അപ്പം ഇന്നതാ കാര്യം. മനസ്സലിയാനായി അടിക്കുന്നു. കൂടുതൽ അടിക്കാൻ പറഞ്ഞു. 40 അടി. ഈ 40 അടി എന്ന് പറഞ്ഞാൽ നിസാരമല്ല. യഹൂദന്റെ അടി അനുസരിച്ച് 40 അടിയിൽ ഉത്തരവിട്ടാലും 39 അടിക്കും. അടിക്കുന്നത് റോമൻ അടിയാണെങ്കിൽ 40 അടി തീർത്തു അടിക്കും. എന്താ ഈ ഒരടിയുടെ സൗജന്യം എന്നറിയോ? ഒരു യഹൂദൻ 39 നിർത്താൻ കാരണം എണ്ണമെടുത്ത വഴിക്കൊരടി കൂടിപ്പോയാൽ അത് ന്യായപ്രമാണത്തിൻ്റെ ലംഘനമാകും. അതുകൊണ്ട് ന്യായപ്രമാണം ലംഘിക്കേണ്ട, 39 കൊണ്ട് നിർത്താം. ഒരടിയുടെ സൗജന്യം. എന്നാൽ റോമക്കാരൻ അങ്ങനെ ന്യായപ്രമാണമില്ല. തീർത്ത് 40 അടി. അടി ചുമ്മാതുള്ള അടിയല്ല. ക്ഷമിക്കണം, ഈ അടിക്കുന്ന ഇടമൊക്കെ ഞാൻ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ട്. മനുഷ്യനെ കമഴ്ത്തിക്കിടത്തിയിട്ട് ആദ്യത്തെ 10 അടി പുറത്തു കൊടുക്കണം. 10 അടി കൊടുത്ത് അശ്രമത്തിന് മാറും. അത്രയും ശക്തിയെടുത്ത് അടിക്കുന്നത്. അടി കഴിഞ്ഞാലുടൻ അടുത്ത 10 അടി അടിക്കാൻ അടുത്ത ടീം ഇറങ്ങാണ്. അവർ ഇപ്പോൾ അടിച്ചതിൻ്റെ വിപരീത ദിശയിൽ അടിക്കണം. ഒരു റെസ്റ്റ്. ഇനി മലത്തിൽ കിടത്തി അടുത്ത 10 അടി. അവരും 10 മിനിറ്റിന് ശേഷം 10 അടിക്ക് ശേഷം റെസ്റ്റ്. പിന്നെ 10 അടി. 40 തീർന്നു. 40 അടി കഴിയുമ്പോഴേക്കും ഈ പരമ്പ് മെനഞ്ഞിരിക്കുന്നത് പോലെ ലംബവും തിരശ്ചീനവുമായ വരകൾ. ഇത് കണ്ട പ്രവാചകൻ പറയുന്നത്, അവൻ്റെ പുറം ഉഴവുചാൽ പോലെ കീറി. ഇത് കണ്ട കരയും വേദനിക്കും. ഈ അടി കൊണ്ട് വരുന്നവനെ അങ്ങനെയും വിട്ടില്ല. അവനെ ഒരു ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. അവന്റെ കയ്യിൽ ഒരു ചെങ്കോൽ പിടിപ്പിച്ചു. കളിയാക്കാൻ, പരിഹസിക്കാൻ ഇത് രണ്ടും പിടിപ്പിച്ചു. അവനെ നടത്തിക്കൊണ്ട് പീലാത്തോസിന്റെ കൊത്തളത്തിൽ കൊണ്ടു നിർത്തുമ്പോ പീലാത്തോസ് കൂടി നിൽക്കുന്ന യഹൂദന്മാരോട് അന്നത്തെ ഔദ്യോഗിക ഭാഷയിൽ വിളിച്ചു പുലമ്പിയ വാക്കാണ് എക്കൈ ഹോമോ. ഇതൊരു ഗ്രീക്ക് ശബ്ദമാണ്. ഇത് ഇംഗ്ലീഷ് പോലെ അന്ന് ലോകം മുഴുവൻ സംസാരിക്കുന്ന ഭാഷയാണ് ഗ്രീക്ക്. ആ ശുദ്ധിയുള്ള ഭാഷയിൽ ഈ പീലാത്തോസിന്റെ കൊത്തളത്തിൽ അടികറ്റതിർത്ത പാടുകളോടെ തലയിൽ മുൾക്കിരീടം വച്ചവനായി, കയ്യിലൊരു തരം പരിഹസിക്കപ്പെടുന്ന ചെങ്കോലെന്തിയവനായി, ധൂമ്രവസ്ത്രമണിഞ്ഞവനായ യേശുവിനെ പ്രദർശിപ്പിച്ചിട്ട് പറയുക ഹോമോ. അർത്ഥം ഇതാ ആ മനുഷ്യൻ. ഏത് മനുഷ്യൻ? കാലമേ നിങ്ങൾ തിരഞ്ഞ മനുഷ്യൻ. ഗ്രീക്കുകാരെ, നിങ്ങൾ തിരഞ്ഞ മനുഷ്യൻ, സമ്പൂർണനായ മനുഷ്യൻ. ഇതാ സഫറിംഗ് സെർവന്റ് ഓഫ് ഐസയാ. യെശയ്യാവ് പ്രവചിച്ച ആ പീഡിതദാസൻ, ത്യാഗം സഹിക്കുന്ന യഹോവയുടെ ഭുജം കണ്ടാൽ ഏതൊരാളും നോക്കിക്കഴിഞ്ഞാൽ വിരൂപമായി കിടക്കുന്ന ഹീനമായ ആ ശരീരത്തിന്റെ പ്രദർശനം നടത്തിയിട്ട് പറയാ, മനുഷ്യജാതിയുടെ മുഴുവൻ പാപം ഏറ്റെടുക്കുന്ന ആ ഭീകര നിമിഷങ്ങളെ തന്റെ മുമ്പിൽ ചിത്രീകരിച്ചിട്ട് പറയാ, നിങ്ങൾ ചോദിച്ച ആ മനുഷ്യനില്ലേ, ഇതാ ആ മനുഷ്യൻ. അവനെ തിരിച്ചറിയാത്തവൻ,
ക്രൂശിക്കാൻ പറഞ്ഞു. നിങ്ങളും ഞാനും അവിടെ ഉണ്ടെങ്കിൽ എന്താകും പറയുക? അല്ലയോ പീലാത്തോസേ, അവനെ ഞങ്ങൾക്ക് വേണം, അവനെ ഞങ്ങൾക്ക് വേണം. അവൻ ഞങ്ങളുടെ കരുത്താ, അവൻ ഞങ്ങളുടെ വെളിച്ചമാ, അവൻ ഞങ്ങളുടെ മാർഗദർശിയാ. സ്തോത്രം. ഈ യേശുവിനെ അവതരിപ്പിച്ചു. അവരെന്ത് പറഞ്ഞു? പാടില്ല, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം. പീലാത്തോസ് ചോദിച്ചു, അവൻ്റെ കുറ്റം? അവനെ ഞങ്ങൾക്കെതിരെ മതദ്വേഷം പ്രസംഗിച്ചു, ഞങ്ങളുടെ പ്രമാണങ്ങളെ മുഴുവൻ അപഹസിച്ചു, സ്വയം ദൈവമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞാൽ ക്രൂശിക്കണമെന്നുണ്ടോ? ഒരാൾ ദൈവമെന്ന് പറഞ്ഞാൽ ക്രൂശിക്കണോ? മതവിമർശനം, നമ്മുടെ രാജ്യത്തിൽ മതവിമർശനം നടത്തിയാൽ ഒരു വകുപ്പുണ്ട്, 153A എന്നാണ് പറയുന്നത്. ഇതനുസരിച്ച് ആക്ഷൻ എടുക്കാം. അത് കോർട്ട് ചെല്ലുമ്പോൾ തെളിയിക്കേണ്ടി വരും. ഉദാഹരണം, ഒരാൾ പറയുക ദാവീദ് മഹാ തല്ലിപ്പൊളിയായിരുന്നു, ആൾ അന്യൻ്റെ ഭാര്യയെ സ്വന്തമാക്കി എന്ന് പ്രസംഗിച്ചാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നമുക്കൊന്നും കേട്ടാൽ ആവേശം വരത്തില്ല. ഇപ്പോൾ 2000 വർഷം മുമ്പ് 10,000 വർഷം മുമ്പ് ഒരു മനുഷ്യൻ എന്തോ ചെയ്തു, അയാളുടെ തെറ്റെന്താ ശരിയെന്താന്ന് ഓർത്തല്ലല്ലോ നമ്മുടെ ജീവിതം. നമുക്കെന്നറിയാം ഇത് കേട്ടാൽ ഹാലിളകുമോ? ഞങ്ങളുടെ ദാവീദിനെ പറഞ്ഞുവിടാൻ ചടിക്കാൻ ചെല്ലുമോ? നമ്മൾ പറയാം അയാൾ ശരിയല്ലെന്ന് ഞങ്ങൾക്കും അറിയാമായിരുന്നു പണ്ട് പോലെ. ആകപ്പാടെ പുള്ളിയുടെ ഗുണം എന്തായിരുന്നു? ഇടയ്ക്ക് ദൈവകൃപ വന്നപ്പോൾ ആൾ ഡീസൻ്റ് ആയിരുന്നു. അത് വിട്ടുപോയപ്പോൾ നമ്മളാണെങ്കിൽ പറയാം ഞാൻ തന്നെ ഓർത്ത 2 പൊട്ടിക്കട്ടെ എന്ന്. മനസ്സിലായില്ലേ? എന്നാൽ ഈ പുള്ളി പറഞ്ഞ മതനിന്ദയാന്ന് പറഞ്ഞ കേസെടുത്ത് കോർട്ടിൽ ചെല്ലുമ്പോൾ പുള്ളി സങ്കീർത്തനവും പുസ്തകമൊക്കെ എടുത്ത് കാണിച്ചിട്ട് സാർ ഇത് മതനിന്ദയൊന്നും അല്ല, ഇതിനകത്ത് ഇതുണ്ട്. സംഗതി തള്ളിപ്പോവും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ ജീവനോടെ നടക്കുന്നത്. മനസ്സിലായോ? പിടിയിട്ടി ഇതവിടെ ചെല്ലട്ടെന്നോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പിടിയിട്ടില്ലേ? ഇതവിടെ നിന്ന് ചെല്ലട്ടെ, സംഗതി അങ്ങോട്ട് ചെല്ലട്ടെന്നേ അവിടെ പറയാമല്ലോ. പിടിയിട്ടില്ലേ? അവിടെ ചെല്ലട്ടെ. പുസ്തകത്തിലുണ്ട്, പിന്നെന്തിനെ പേടിക്കുന്നത്? ഗോവിന്ദജാമി എന്ന് പറഞ്ഞ ഒരുത്തൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചൊരു പെൺകുട്ടിയെ മനോരമയിൽ എഴുതി വെച്ചു. അതിൻ്റെ പേര് മനോരമക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വാർത്ത വായിച്ചു, നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗോവിന്ദജാമിയുടെ ആളുകളെല്ലാടെ കേസ് കൊടുത്താൽ കോർട്ടിൽ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കും ഇതെങ്ങനെ അറിഞ്ഞു? ദേ മനോരമ, ഞാനിങ്ങനെ അറിഞ്ഞേ. മനസ്സിലായില്ലേ? നമ്മൾ തീർന്നു. പിന്നെ അവരിതം കണ്ടായിക്കോളും. പിടികിട്ടിയോ? മതനിന്ദ പ്രസംഗിച്ചു. ആര്? യേശു പ്രസംഗിച്ചെന്ന്. അപ്പം മതനിന്ദയ്ക്ക് ഒരു പെനാൽറ്റി അടിച്ച് വിടത്തേ ഉള്ളൂ. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഈ 153A ഒന്നും ഇതുവരെ ശിക്ഷിച്ച് കണ്ടിട്ടില്ല കാര്യമായിട്ട്. കാരണം പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതൊന്നും തെളിയിക്കാൻ പറ്റില്ല. അതെങ്ങനെ? അതിൻ്റെ മാനദണ്ഡം എന്താ? പോട്ടെ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതേ വലിയൊരു വിഷയം പറയാനാണ്. അവസാനം അവരുടെ ആരവാരം കൂടി. ഒരുത്തൻ പറഞ്ഞു ഞങ്ങൾ കൈസരെടുത്ത് പോവും, പരാതി പറയും. ചുരുക്കി പറഞ്ഞാൽ അവസാനം ഒരു അറ്റംപ്റ്റ് പീലാത്തോസ് നടത്തി നേരിട്ട് ചോദിക്കാം യേശുവിനോട്. അപ്പോൾ കാര്യങ്ങൾ തീരുമല്ലോ. പീലാത്തോസ് ചോദിച്ചു, പേരെന്താ? നസ്രയനായ യേശു. ഈ ആൾക്കാർ പറയുന്നതൊക്കെ കേട്ടോ? കേട്ടു. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി എൻ്റെ ചോദ്യം, വാസ്തവത്തിൽ നീ രാജാവാണോ? അവിടെ എങ്ങനെ രക്ഷപ്പെടണ്ടേ? എങ്ങനെയാണ് പറയണ്ടേ? നമ്മളില്ലാണെങ്കിൽ പറയാം സാറേ അതേ ഈ രാജാവെന്ന് പറഞ്ഞാൽ മൂലഭാഷയെ വേറൊരു അർത്ഥമുണ്ട്. ഈ മൂലഭാഷ ഉള്ളുണ്ട് എന്തെല്ലാം നേട്ടമാണെന്ന് ആലോചിച്ച്. ഇംഗ്ലീഷിൽ അതിന് വേറൊരർത്ഥമുണ്ട്. പണ്ടൊരാൾ പ്രസംഗിച്ചു, ഈ ശിംശോൻ വാലോട് വാല് ചേർത്ത് വെച്ച് കെട്ടിയ കുറുക്കൻ്റെ വാലിന് 32 അടി നീളം ഉണ്ടായിരുന്നു. ആ പ്രസംഗം കത്തിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നല്ലോ എന്നോർത്ത് പുറകിരുന്ന ആളിങ്ങനെ കിരണ്ടി. പുള്ളി ഓർത്ത് 32 അടി കൂടിപ്പോയി, അതുകൊണ്ട് പുള്ളി കുറച്ചു. അതായത് 32 അടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ 32 അടി ചില രാജ്യങ്ങളിൽ 16 അടിയുള്ളൂ. വീണ്ടും തട്ടി. അപ്പോൾ അതായത് അവരുടെ 16 അടി എന്ന് പറഞ്ഞാൽ വേറെ ചില സ്ഥലങ്ങളിൽ 8 അടിയേ ഉള്ളെന്ന് തോന്നുന്നു. കുറഞ്ഞ് 4 അടി വരെ ആയപ്പോൾ പിന്നെ ഇങ്ങനെ വേണ്ടി. അപ്പോൾ പറഞ്ഞു ഇനി ഞാൻ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇത്രയും കൊണ്ട് നിൽക്കട്ടെന്ന് പറഞ്ഞു. ഈ മൂലഭാഷയൊക്കെ ഉള്ളുകൊണ്ടുള്ള ഗുണം എന്തെന്നാ? പൗലോസോ പത്രോസോ ഒന്നും അറിയാത്ത അർത്ഥം ഉണ്ടാക്കുക, മനുഷ്യനിരുന്ന് മെനയുക. യേശുവിനോട് ചോദിച്ചു, അഹൈമി ബെസേലിയൂസ് ഇസൂസ്, നസ്രയനായ യേശുവേ നീ രാജാവാണോ? എന്താ പറയണം? ഏയ് അല്ല. ഞാൻ രാജാവെന്ന് പ്രതിപാദിച്ചതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകില്ല പീലാത്തോസ്. അത് സ്പിരിച്വലാണ്. അതങ്ങനല്ലേ?
യേശു പറഞ്ഞോ? ഇല്ല. യേശു പറഞ്ഞു, യേശുവിനോട് ചോദിച്ചു, നീ രാജാവ് തന്നെയോ? ചോദ്യം. ഉത്തരം കേട്ടു, എയ്മീ പീലാത്തോസ്, ഞാനാകുന്നു പീലാത്തോസേ, ഇനി രക്ഷയില്ല. ഒന്നും കൂടെ പീലാത്തോസ് നോക്കി, നിന്നെ വെറുതെ വിടാനും നിന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിയില്ലേ? പീലാത്തോസ് പറഞ്ഞു. യേശു പറഞ്ഞു, ഉയരത്തുനിന്ന് ലഭിച്ചില്ലെങ്കിൽ ഒരധികാരവും നിനക്കില്ല. ഗെത്സമനയിൽ പ്രാർത്ഥിച്ചവനാ ഇവിടെ ചങ്കുറപ്പോടെ നിൽക്കുന്നത്. യേശുവാ നമ്മുടെ അഭിമാനം. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ സ്വകാര്യതകളിലെ പ്രാർത്ഥനകൾ പൊതുസ്ഥലത്ത് നിന്നെ ശക്തനാക്കി മാറ്റും. ചോദ്യം ചെയ്യുന്നവരുടെ നടുവിൽ നിന്നെ കരുത്തനാക്കി മാറ്റും. സ്വകാര്യ ജീവിതത്തിന്റെ പ്രാർത്ഥനയിൽ, ഈ ഗെത്സമനയിലെ ഏകാഗ്രതയിൽ സമയം ചിലവഴിച്ചു പ്രാർത്ഥിച്ച ഈ ദൈവപുരുഷനെ കൊണ്ട്, നമ്മുടെ കർത്താവിനെ കൊണ്ട് കോടതിയിൽ നിർത്തുമ്പോൾ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കോടതി എന്ന് പറഞ്ഞാൽ ഈ പ്രമുഖരായ പലരും തലകറങ്ങി വീണ സ്ഥലമാണ്. ജയലളിത അടക്കം. കേൾക്കാൻ എളുപ്പം, അവിടെ ചെന്ന് നിൽക്കണം. ഞങ്ങളൊക്കെ സംബന്ധിച്ചോളം ഇതിപ്പോൾ വന്നൊന്ന് കോടതി നമ്മുടെ വീട് പോലെ. കോടതി, വക്കീൽ നോട്ടീസ്, ഇതൊക്കെ വ്യവഹാരമൊക്കെ നമ്മുടെ വീട് പോലെ. അതുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കണം. ചില കാര്യങ്ങൾ അറിയണമെങ്കിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മനസ്സിലാകും, മുട്ടിടിക്കും, താഴെ വീഴും. പക്ഷെ അവിടെ മുട്ടിടിക്കാത്തവൻ യേശുവാണ്. തൊട്ടു മുമ്പിൽ കഴുമരമാണെന്നറിഞ്ഞിട്ടും മുട്ടിടിക്കാത്തവൻ യേശുവാണ്. അവിടെ തലകറങ്ങാത്തവൻ യേശുവാണ്. സ്തോത്രം. ഈ ധൈര്യമാണ് സുവിശേഷത്തിൻ്റെ ധൈര്യം. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയാതെ നമുക്ക് ഈ രാത്രി യേശുവിനോട് കൂടുതൽ അടുത്ത് ജഗത്തിൻ ക്രിസ്ത്യജീവിതം നയിപ്പാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, ഇവിടെ ഈ വിചാരണ ശക്തിപ്പെട്ട് ക്രൂശുമരം ആ ചുമലിലേക്ക് എടുത്തു വയ്ക്കുക. ഈ തടിയുമായി യേശു നടന്നു പോകുമ്പോൾ അവിടെ വേണ്ട സന്നാഹങ്ങളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. ക്രൂശിക്കപ്പെടാൻ പോവാം. ക്രൂശിക്കപ്പെട്ടു. ഞാൻ ആ ക്രൂശിനെപ്പറ്റി പറയുന്ന നിരവധി പ്രസംഗങ്ങൾ യൂട്യൂബിലുണ്ട്. ക്രൂശീകരണത്തിൻ്റെ രീതികൾ, അതിൻ്റെ സവിശേഷതകളൊക്കെ വിശദീകരിക്കാറുണ്ട്. ആ പറയുന്ന പല കാര്യങ്ങളും അർത്ഥഗർഭമായ ചിലതാണ്. എന്നാൽ യേശു പ്രാണനെ വെടിഞ്ഞപ്പോൾ ഒരു കാര്യം അറിയണ്ടേ? ഈ ക്രൂശുമരണത്തിൻ്റെ രീതി അനുസരിച്ച് ക്രൂശിത ശരീരം ഒരിക്കലും അടക്കാൻ പാടില്ലെന്ന നിയമം. അവിടെ തന്നെ കിടക്കണം. അവിടെ കിടന്ന് കാക്കകൾ കൊത്തിവലിച്ച്, കഴുകന്മാർ കൊത്തിവലിച്ച്, കണ്ണുകൾ കുത്തിത്തുറിച്ച് ഒരു ഭീകര രൂപിയായി ഇതിവിടെ കിടക്കണം. കുറ്റസംഗതി മുകളിൽ എഴുതി വെക്കും. കടന്നു പോകുന്നവരൊക്കെ അത് വായിക്കും. എന്നിട്ടവനെ ആക്ഷേപിക്കും. ഇതാണ് ക്രൂശുമരണത്തിൻ്റെ രീതി. ഈ ക്രൂശിൽ കിടക്കുന്നവനെ ഒരു ദിവസമെങ്കിലും അങ്ങനെ ഇട്ടാൽ, ഒരു രാത്രി കഴിഞ്ഞു പോയാൽ ഈ ശവശരീരം ചീഞ്ഞഴുകി വികൃതമാകും. കാക്കകൾ കൊത്തും. അതിൻ്റെ താഴെ കഴുകന്മാരുണ്ടാകും. തൊട്ടടുത്ത് കുറുക്കന്മാരും നായ്ക്കളും ഉണ്ടാകും. മനുഷ്യർക്കാർക്കും കടന്നു പോകാൻ കഴിയാത്ത ദുർഗന്ധപൂരിതമായ ഒരു കാലാവസ്ഥ സംജാതമാകും. മറ്റൊരിടത്തൊരുവൻ 100 മകിലും കൊണ്ടുള്ള ഒരു കൂട്ടുമുണ്ടാക്കി കാത്തിരിക്കുക. കാക്കയ്ക്ക് വിട്ടുകൊടുക്കാതെ, കഴുകന് വിട്ടുകൊടുക്കാതെ, കുറുക്കന് വിട്ടുകൊടുക്കാതെ അവൻ തയ്യാറാക്കിയ സുഗന്ധ ലേപനമൊക്കെ ശരിയാക്കി വെച്ചിട്ട് തൻ്റെ സുഹൃത്തുമൊത്ത് ഒരു യാത്ര പീലാത്തോസിൻ്റെ അരികിലേക്ക്. ഇരംഗം കാണണം. ഇവർ പീലാത്തോസിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ കുറേ യഹൂദന്മാർ അവിടുന്ന് പീലാത്തോസിനെതിരെ പിറുപിറുത്ത് തിരിച്ചിറങ്ങി വരിക. ഈ പിറുപിറുപ്പ് എന്താണെന്നറിയണ്ടേ? ഈ ക്രൂശിലൊരു മേലെഴുത്തുണ്ട്, അത് തിരുത്തണമെന്ന് അപേക്ഷ കൊടുത്തിട്ട് വന്ന പീലാത്തോസിൻ്റെ അടുത്ത് നിന്നിട്ടേ, സാർ ഒരു ചെറിയ കറക്ഷൻ, അതൊന്ന് തിരുത്തണേ. അതൊന്ന് തിരുത്താൻ നിർബന്ധം ചെലുത്തിയപ്പോൾ പീലാത്തോസ് പറഞ്ഞു, നിയമമില്ല, ഇത് കോർട്ട് ഓർഡറാണ്, പോകുന്ന വഴിക്ക് നമുക്ക് തിരുത്താൻ പറ്റുമോ? പറ്റില്ല, സാധിക്കില്ല, അതിന് വേറെ കുറ്റം വരും, രേഖ തിരുത്തിയതിന്. പീലാത്തോസ് പറഞ്ഞു, ഹോ ഗിഗരാ ഹോ ഗിഗരാ ഫൈ, ഐ ഹാവ് റിട്ടൺ വാട്ട് ഐ ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയതെന്തോ എഴുതി, പൊക്കോളാൻ പറഞ്ഞു. എന്നാല് ചീത്തയും പറഞ്ഞു വരിക ഇങ്ങോട്ട്. നിക്കോദിമോസും അരിമത്തിയിലെ യോസേഫും കേട്ടു.
നിയമവിരുദ്ധമായ മറ്റൊരപേക്ഷ വെക്കാൻ പോവാ. എന്താണെന്നറിയണ്ടേ? ഈ ശരീരം ഞങ്ങൾക്ക് ക്രൂശിൽ നിറക്കണം. ഹല്ലേലൂയ. അനുവദിക്കാൻ കഴിയാത്ത ഒരപേക്ഷയും കൊണ്ട് ചെല്ലുമ്പോൾ പീലാത്തോസ് അവരുടെ മുഖത്തേക്ക് നോക്കി. അവൻ പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു, ക്രൂശിൽ നിറയ്ക്കട്ടെ, നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു. ചരിത്രത്തിൽ ഇന്ന് വരെ ക്രൂശിൽ മരിച്ച ഒരുത്തനെയും ഈ കുഴിയിലടക്കാൻ ഇട വന്നിട്ടില്ല. എന്തേ പീലാത്തോസ് അംഗീകരിച്ചു എന്നറിയണ്ടേ? അതും പ്രവചനത്തെ നിർത്തിയ തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ പിതാവ് സമ്മതിക്കില്ല. ഒരു പ്രാണിക്കും വിട്ടുകൊടുക്കാതെ, ഒരു പക്ഷിക്കും വിട്ടുകൊടുക്കാതെ ആ തിരുശരീരം തന്റെ കൈകളിലേക്ക് ഏന്തി വാങ്ങുമ്പോൾ, രണ്ടാളും വാങ്ങുമ്പോൾ പണ്ട് യേശു പറഞ്ഞൊരു വാക്ക് നിക്കോദിമോസ് ഓർത്തു, നീ വീണ്ടും ജനിക്കണം. ഇന്നവൻ വാക്കും ഭാഷണവുമില്ലാതെ തൻ്റെ ഗുരുവിനോട് പറയും, എൻ്റെ ഗുരു, ഞാൻ വീണ്ടും ജനിച്ചു, അതാ നിന്നെ തേടി വന്നത്. വീണ്ടും ജനിച്ചവരാ ഈ രാത്രി ഇവിടെയും വന്നിട്ടുള്ളത്. വീണ്ടും ജനിച്ചവരെ നമുക്ക് പറയാ, ഈ തിരുശരീരം അതെനിക്ക് വേണം, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ സ്നേഹിക്കണം, എനിക്ക് നിന്റെ പിന്നാലെ യാത്രയാക്കണം. ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആഴമേറിയ ചില ചിന്തകൾ വരുന്നു. ഒരു മിനിറ്റ് പ്രിയരെ, ഈ യേശുവിനെ പിറവി കൊണ്ട ഘട്ടത്തിൽ പലർക്കും മനസ്സിലായില്ല. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ടൊക്കെ മനസ്സിലായി. ചില അറിവുകൾ കിട്ടിയവർ വന്ന് യേശുവിനെ കണ്ടു, കുമ്പിട്ടു, നമസ്കരിച്ചു പോയി, ദിവ്യ ശിശുവാണെന്നൊക്കെ പറഞ്ഞു. സത്യം. അത്രയും അറിവുള്ളവർ ഇപ്പോഴും യേശുവിനെ പറയുന്ന ഉണ്ണിയേശു എന്നാണ്. ഉണ്ണിയേശു എന്നല്ലേ 50-100 വയസ്സോളം പ്രായമുള്ളൊരു അപ്പച്ചൻ, ജരാനര ബാധിച്ചൊരു വൃദ്ധൻ, നമുക്കറിയാം പേര് ശിമയോൻ. ഉണ്ണിയേശു എന്ന് ലോകം വിളിക്കുന്നവനെ കയ്യിലേക്കെടുത്തിട്ട് താരാട്ട് പാടുകയല്ല, ചുംബനമർപ്പിച്ച് ആ മുഖത്തേക്ക് നോക്കി പറയുക, അദോനായി, എൻ്റെ യജമാനനേ, ഇപ്പോൾ നാഥ. ഇങ്ങനെ വിളിക്കാൻ കഴിയുന്ന വിളിയുടെ പേരാ ക്രിസ്ത്യാനിത്വം. ഹല്ലേലൂയ. ഈ കുഞ്ഞിനെ കണ്ടിട്ടും ആ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാൻ സാധിക്കണം, ഇതാ എൻ്റെ രക്ഷകൻ. ചിലർക്ക് അത് മനസ്സിലാകൂ. ഇതാ ക്രൂശിൽ കിടക്കുന്നവനെ കണ്ടിട്ട് 2 തീവ്രവാദികളെ ക്രൂശിച്ചു, അപ്പുറത്തും ഇപ്പുറത്തും. കള്ളൻ പരിഭാഷ തെറ്റാണ്, തീവ്രവാദിയാണ് ശരിക്കും, രാഷ്ട്രീയ തീവ്രവാദികളാ. അതിലൊരുത്തൻ പറഞ്ഞ ഒന്നും തെറ്റല്ല. അവന് വേണ്ടത് അത്ഭുതം ചെയ്യുന്നൊരു ക്രിസ്തുവിനെ, ക്രൂശിൽ നിറങ്ങി വരുന്നൊരു ക്രിസ്തുവിനെ, നീ ഒന്നിറങ്ങ്, ഞങ്ങളെയും രക്ഷിക്ക്. അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പുറത്തൊരുത്തനൊരു കാര്യം മനസ്സിലായി. ചാട്ടവാറിനാൽ കനത്ത പ്രഹരമേറ്റിട്ടും, ചെങ്കോൽ കയ്യിൽ പിടിപ്പിച്ച് അവഹേളിച്ചിട്ടും, കാർക്കിച്ചു തുപ്പി അവഹേളിച്ചിട്ടും, മാരകമുള്ളുകൊണ്ട് മടഞ്ഞ് കിരീടം തലയിൽ വെച്ച് ആക്ഷേപിച്ചിട്ടും, ക്രൂശിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരം കൊടുത്തിട്ടും പ്രാണനെ അർപ്പണം ചെയ്യുന്ന അവന്റെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ മനസ്സിലായി, അവന്റെ രാജ്യം സത്യമാ. നമുക്കും നിശ്ചയദാർഢ്യത്തോടെ ആ രാജ്യത്തിന് വേണ്ടി നിൽക്കണം. ജീവിതത്തിന്റെ സകല ത്യാഗങ്ങളിലും ആ രാജ്യത്തിന് വേണ്ടി നിൽക്കണം. മരണം വന്നാലും പിന്നോട്ടില്ലാത്ത വിധം യേശുവിന് വേണ്ടി നിൽക്കണം. ഈ രാത്രി യേശുവിന് ആവശ്യമുള്ളത് അത്തരം കരുത്തന്മാരെയാ. ഹല്ലേലൂയ. ആ കാഴ്ച കണ്ടിട്ട് അവൻ പറയാ, നിന്റെ രാജ്യത്തിൽ അടിയനെ ഓർക്കണം. അരിമത്തിലെ യോസേഫിനും നിക്കോദിമോസിനും കാണാൻ പറ്റി. ആ ശരീരത്തിൽ തങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ തങ്ങൾ ചെയ്യുന്നത് അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ എന്ന പ്രവചനത്തിൻ്റെ നിവൃത്തി. ഇനി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനെ കണ്ടത് ഒരു പാവം സഹോദരി. അതിപ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോൾ അവൾ കല്ലറയ്ക്കുള്ളിലെത്തി, മുമ്പിലെത്തി. വസ്തുക്കളൊക്കെ നീങ്ങിയിരിക്കുന്നു, കല്ല് മാറിയിരിക്കുന്നു, ആ ശീല അവിടെ ചുറ്റി വെച്ചിരിക്കുന്നു. തൊട്ടരികിൽ ഒരുവനിരിക്കുന്നു. തോട്ടക്കാരനെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവൾ പറയാ, യജമാനനേ, എൻ്റെ ക്രിസ്തുവിനെ അവരെവിടെ വെച്ചു പറയൂ, ഞാൻ കൊണ്ടുപോകാൻ വന്നതാ. ഇഹലോകത്തിൽ യേശുവിന് കിട്ടിയ ഏറ്റവും വലിയ ആരാധന ഇതല്ലേ പ്രിയപ്പെട്ടവരെ?
ജ്ഞാനികൾ അവനെ തേടി കാണാൻ ചെന്നപ്പോൾ അർപ്പണം ചെയ്ത വിശേഷ വസ്തുക്കളെക്കാൾ, ഇന്ന് ലോകം കൊടുക്കുന്നതിനേക്കാൾ യേശുവേറെ ആസ്വദിച്ച ആരാധന ശബ്ദം എനിക്കവനെ വേണം. 30 വെള്ളി നാണയത്തിന് ഈ യൂദ ഒറ്റിക്കൊടുത്ത പത്രോസ് സംശയിച്ച തോമസ് പിന്നെ സംശയിക്കാനിരിക്കുന്ന ആ തിരുശരീരം ചൂണ്ടിട്ട് പറയുക, എനിക്ക് വേണം, എനിക്കവനെ വേണം. ഈ രാത്രി നമുക്കൊരുമിച്ച് പറയാം, എനിക്കങ്ങേ വേണം, എനിക്കങ്ങേ വേണം, എനിക്കങ്ങേ വേണം. സർവത്തിലും സകലതുമായി എനിക്കങ്ങേ വേണം, എനിക്കങ്ങേ അനുഗമിക്കണം. ആ അനുഗമിക്കാനുള്ള സന്നദ്ധത ആർക്കുണ്ട്? അവരുടെ മുമ്പിൽ പീലാത്തോസ് ക്രിസ്തുവിനെ കാട്ടി പറയുക, ഇതാ ആ മനുഷ്യൻ. അകത്തും പുറത്തും ഇരുന്ന് സുവിശേഷം കേട്ട ഈ ഗ്രാമത്തോട് ഞങ്ങൾ പറയട്ടെ, ഇതാ ആ മനുഷ്യൻ. കാലം തിരഞ്ഞ, ചരിത്രം തിരഞ്ഞ, യുഗങ്ങൾ അന്വേഷിച്ച ആ ദിവ്യപുരുഷനെ കർത്താവും രക്ഷിതാവുമായി കേൾവിക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നു, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഈ മഹത്തര നാമത്തിന് വേണ്ടി ഒരുമിച്ചുണർന്ന് പ്രവർത്തിച്ച് ആ നാമത്തെ എന്നും ഉലകത്തോട് പ്രസ്താവിപ്പാൻ സർവശക്തൻ കൃപയും കരുണയും കാട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ